വേറെ മത്സരം, പുരുഷന്മാർക്ക് വേറെ മത്സരം വെച്ച് രണ്ടും വ്യത്യസ്തമായതുകൊണ്ടല്ലേ? അല്ലേ? ഇത് രണ്ടും തുല്യാണ്. ഈ രണ്ടും തുല്യാണ് എന്ന് പറയുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കലല്ലേ? സ്ത്രീകൾക്ക് ബസ്സിൽ വേറെ സീറ്റിൽ എഴുതി വെക്കുന്നുണ്ടല്ലോ ഇവിടെ. എന്തിനാ എഴുതി വെക്കുന്നത്? മൂത്രം പോരാ, സ്ത്രീകൾക്ക് വേറെ അല്ലേ? എന്തിനാ വേറെ വെക്കുന്നത്? ഇത് തുല്യതാണ് എന്ന് പറയുന്നവർ തന്നെ തുല്യത ഇല്ലാത്ത ശ്രമിക്കുക. പ്രായോഗികമല്ലാത്ത, പ്രാക്ടിക്കൽ അല്ലാത്ത, മനുഷ്യന്റെ യുക്തിക്കെതിരായ വാദങ്ങൾ സമൂഹത്തിൽ കയ്യടി കിട്ടാൻ എന്തിനാ കൊണ്ടുവരുന്നത്? അതിലൊക്കെ മുസ്ലിം ലീഗിന് വ്യക്തമായ അഭിപ്രായമാണ്. ഞങ്ങൾ തുല്യതയല്ല പറയുന്നത്. നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. സ്ത്രീയും പുരുഷനും തുല്യരല്ലെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. ലോകം അത് അംഗീകരിച്ചിട്ടില്ല. ഇരുവരും തുല്യരാണെന്ന് പറയുന്നത് കണ്ണടച്ച് ഇരുട്ടാക്കലല്ലേ? പ്രായോഗികമല്ലാത്ത, യുക്തിക്ക് നിരക്കാത്ത ഇത്തരം വാദങ്ങൾ സമൂഹത്തിന്റെ കയ്യടി കിട്ടാൻ എന്തിനാണ് കൊണ്ടുവരുന്നതെന്നും PMA സലാം ചോദിക്കുന്നു. ജനം ഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് പരിശോധിക്കുന്നത്. സ്ത്രീ പുരുഷ സമത്വം മുസ്ലിം ലീഗിന് ഹറാമോ? മുസ്ലിം ലീഗ് നേതാവ് CVM വാണിമേൽ, BJP വക്താവ് അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ഡോക്ടർ ആരിഫ് ഹുസൈൻ, സാമൂഹ്യ പ്രവർത്തക ജാമിദ ടീച്ചർ എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഞാൻ ഈ സംവാദം ജാമിദ ടീച്ചറിൽ നിന്ന് ആരംഭിക്കുകയാണ്. ടീച്ചർ, സ്ത്രീക്കും പുരുഷനും ബസ്സിൽ വെവ്വേറെ സീറ്റുകൾ, പ്രത്യേകം ടോയ്ലറ്റുകൾ, ഒളിമ്പിക്സിൽ പ്രത്യേകം മത്സരങ്ങൾ, സ്ത്രീയും പുരുഷനും തുല്യരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് പോരെ എന്നാണ് PMA സലാം ചോദിക്കുന്നത്. മുസ്ലിം ലീഗ് വാദിക്കുന്നത് തുല്യതക്ക് വേണ്ടിയല്ല, തുല്യ നീതിക്കാണ്. ടീച്ചറെ, കാന്തപുരത്തിന് പഠിക്കുകയാണോ PMA സലാം? ഇവരിപ്പോഴും 6-ാം നൂറ്റാണ്ടിലേക്കാണ് ഈ പുരോഗമന സമൂഹത്തെ കൊണ്ടുപോയി കിട്ടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ പോലും വായിച്ചിട്ടില്ലാത്ത ഇവര് ഇപ്പോഴും മദ്രസ തലച്ചോറുമായിട്ടാണ് നടക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 14 മുതൽ 18 വരെയുള്ള വകുപ്പുകളിലായി സമത്വത്തിനുള്ള അവകാശങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. ആ സമയത്ത് ഇവര് പോയി നോക്കുന്നത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാണ്. അതിനകത്ത് എന്താണ് സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്? ലാ യജിബു അലൈഹി ദവാഉൻ ലിമർളിഹാ ഉജ്റത്തു തബീബ്. നമ്മള് സ്ത്രീകളെ ഉപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ സ്ത്രീക്ക് ആശുപത്രി ആവശ്യത്തിനു വേണ്ടിയുള്ള വൈദ്യസഹായത്തിന് പോലും ഒരു നാണയം കൊടുക്കാൻ പാടില്ല എന്നുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാണ് ഇവർ പഠിക്കുന്നത്. അതുകൊണ്ട് വിവിധ തരത്തിലുള്ള സാമൂഹിക അസമത്വങ്ങൾ അവസാനിപ്പിച്ച് സമത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള അവകാശങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ഭരണഘടന ഇവർക്ക് ആവശ്യമില്ല. പക്ഷേ ഭരണഘടനാ മൂല്യങ്ങളെ മുറുകെ പിടിക്കുമെന്ന് പറയുന്ന ഇവർക്ക് വേണ്ടത് ന്യൂനപക്ഷ അവകാശങ്ങൾ മാത്രമാണ്. അതിനകത്ത് പറയുന്ന സമത്വം ഇവർക്ക് വേണ്ടേ വേണ്ട. ഒരു സമൂഹത്തിലെ എല്ലാ വ്യക്തികൾക്കും തുല്യ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഉള്ള ഒരു അവസ്ഥയാണ് സാമൂഹിക സമത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് പൗരാവകാശവും അഭിപ്രായ സ്വാതന്ത്ര്യവും എല്ലാം ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് ഉത്തമമായ പദവി നൽകി ആദരിച്ച ഒരേ ഒരു മതമാണ് കാരുണ്യത്തിന്റെ ഇസ്ലാം എന്നിവർ പറയുമ്പോഴും ഇവരുടെ പരിശുദ്ധ ഗ്രന്ഥങ്ങൾ ഇവരൊന്ന് പരതി നോക്കുന്നത് നല്ലതാണ്. സ്ത്രീക്കും പുരുഷനും ഇടയിൽ അള്ളാഹു നല്ല രൂപത്തിൽ മാതൃകാപരമായി തന്നെ ഒരുപാട് സമത്വങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇസ്ലാമിൽ എങ്ങനെയാണ് സ്ത്രീയെ കാണുന്നത് എന്ന് ഇന്നിവരാരും പറയാതെ തന്നെ ഖുർആനും ഹദീസും ഒക്കെ ആൻഡ്രോയിഡ് സിസ്റ്റം ഫോണുകളൊക്കെ ഉള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഖുർആൻ 2-ാം അധ്യായമായ സൂറത്തുൽ ബഖറയിൽ പറയുന്നത് നിസാഉക്കും ഹർസുൻ ലക്കും ഫഅതു ഹർസക്കും അന്നാ ശിഅ്തും. സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ്, അതുകൊണ്ട് നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾ അവരെ സമീപിച്ചുകൊള്ളൂന്ന. ഇവർക്കിടയിലാണ്, ഇവരിൽ നിന്നാണ് ശരിക്കു പറഞ്ഞാൽ സ്ത്രീകൾക്ക് സംരക്ഷണം വേണ്ടതും സുരക്ഷ വേണ്ടതും. കൃഷിയിടം, പെണ്ണിനെ ഉപമിക്കുവാണ് കൃഷിയിടം. ഇന്നേ വരെ ഒരു മുസ്ലിം പുരോഹിതനും ഇതിനെതിരെ സംസാരിച്ചിട്ടില്ല. കാരണം ഇത് ഇസ്ലാമിക ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്. അതുകൊണ്ട് AP കാന്തപുരം ഇവരുടെ സഹോദരനാണ്. വിശ്വാസപരമായി അദ്ദേഹത്തിന് ഒരു തെറ്റുപറ്റിയാൽ പോലും നമ്മൾ പരസ്യമായി രംഗത്ത് വരാൻ പാടില്ല. അതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടും SDPIയും പിന്നെ നവോത്ഥാനത്തിന്റെ ചിന്തകർ എന്ന് പറയുന്ന കേരള നദ്വത്തുൽ മുജാഹിദീൻ പോലെയുള്ള സംഘടന, ഇത്തിഹാദ് ഷുബാനുൽ മുജാഹിദീൻ, മുസ്ലിം സ്റ്റുഡൻസ് മൂവ്മെന്റ്, മുസ്ലിം ഗേൾസ് മൂവ്മെന്റ്, ഒരുപാട് സംഘടനകൾ ഉണ്ട് ഇവിടെ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഏതക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചുമിട്ടാലും ഒരു മുസ്ലിം സംഘടനയാകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ മുസ്ലിം സ്ത്രീയും പുരുഷനും ഇടകലരരുത് എന്നും
സമത്വം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നും പറയുമ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ ഭരണഘടനയെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്കിവിടെ ശരീഅത്താണ് നിയമം. ഇപ്പൊ ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് വന്ന സമയത്ത് മുസ്ലിം പുരോഹിതർ, ജമാഅത്തെ ഹിന്ദിന്റെ പുരോഹിതർ പറഞ്ഞു, ഞങ്ങൾ ശരീഅത്ത് നിയമമേ അംഗീകരിക്കൂ, ഞങ്ങൾ പൊതു സിവിൽ കോഡ് അംഗീകരിക്കില്ല. കാരണം ഇവരുടെ തലച്ചോറിൽ ഊട്ടി ഉറപ്പിച്ചിരിക്കുന്നത് മതമാണ്, ഈ ശരീഅത്ത് നിയമമാണ്. അതുകൊണ്ട് ഇവർ ആദ്യം ചോദിക്കുന്നത് പുരുഷനോടൊന്ന് പ്രസവിക്കാൻ പറ, പെണ്ണിനോടൊന്ന് പെണ്ണ് പ്രസവിക്കുന്നത് പോലെ, അതല്ലെങ്കിൽ മൂത്രപ്പുര, ഇത്തരം കാര്യങ്ങൾ മാത്രമേ ഇവർക്ക് പറയാനുള്ളൂ. പെണ്ണിനെ കൃഷിയിടമാണ് എന്ന് പറഞ്ഞ മതത്തിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റില്ല. ഖുർആൻ പറയാണ്, 14 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ 3-ാം അധ്യായമായ ആലു ഇമ്രാനിലെ ഖുർആൻ സ്ത്രീകളെ കുറിച്ച് ഉപമിക്കുവാണ്. സ്ത്രീകൾ, സന്താനങ്ങൾ, കനകത്തിന്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങൾ, മേത്തരം കുതിരകൾ, കാലികൾ, കൃഷിയിടങ്ങൾ, കേട്ടോ, തുടങ്ങിയവയോടുള്ള മോഹം മനുഷ്യർക്ക് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇതൊക്കെയും ഏതാനും നാളത്തെ ഐഹിക ജീവിതത്തിനുള്ള വിഭവങ്ങളാണ്. അപ്പൊ പെണ്ണ് എന്ന് പറഞ്ഞാൽ താൽക്കാലികമാണ്. തൊലാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പെണ്ണ് കൈ വീശി പിന്നോട്ട് പൊയ്ക്കോണം. സ്വർഗത്തിലേക്ക് ആളെ ക്ഷണിക്കുന്ന പരസ്യം ആദ്യമായി കണ്ടുപിടിച്ചത് പടച്ചോന. ഈ ഖുർആനിലും ഇസ്ലാമിലും ഉള്ളത്ര സ്ത്രീ വിരുദ്ധതകൾ ഒന്നിലുമില്ല. ജ്വല്ലറിക്കാർ ഒരു പെണ്ണിന്റെ പരസ്യം കാണിച്ചപ്പോൾ പടച്ചോൻ കാണിച്ചത് 72 മാറിടം തുടുത്ത വെളുത്ത മുത്തുമണികൾ പോലെയുള്ള തരുണികളാകുന്ന പ്രായപൂർത്തിയാകാത്ത ചെറിയ ബാലികമാരെന്നാണ് അതിനകത്ത് പറയുന്നത് തന്നെ. അങ്ങനെയുള്ള മാറിടം തുടുത്ത സമപ്രായക്കാരായ സ്ത്രീകളെയാണ് ഇസ്ലാം വിഭാവനം ചെയ്തത്. അപ്പോ ഈ ഗ്രന്ഥം പഠിക്കുകയും പാരായണം ചെയ്യുകയും ഈ ഗ്രന്ഥത്തെ നോക്കി നാളെ ഈ ഗ്രന്ഥം പറയുന്നത് പോലെ ഒരു കാലമുണ്ട്, ഒരു ലോകമുണ്ട്, അത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ആരെ നോക്കിയാലും അങ്ങനെ തോന്നും. ഇപ്പോ സാക്കിർ നായിക്ക് പറഞ്ഞത് 20 സെക്കൻഡ് വരെ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നോക്കിയിട്ട് അയാൾക്ക് വികാരം തോന്നുന്നില്ലെങ്കിൽ അയാൾക്ക് ബയോളജിക്കലി മിസ്റ്റേക്ക് ഉണ്ട് എന്നാ. ഇതേ പറഞ്ഞ ആള് ഇപ്പോ സൗദിയിലെ MBS മുഹമ്മദ് ബിൻ സൽമാൻ ഇന്ന് ഇറ്റലിയിലെ ജോർജിയ മെലോനിയുമായി കൈകൊടുത്ത് ഒരുപാട് കരാറുകൾക്ക് ഒപ്പുവെക്കുന്നുണ്ട്. ഒരേ വേദിയിൽ കൈകൊടുത്ത് തന്നെ, ഹസ്തദാനം കൊടുത്ത് തന്നെയാണ് സ്വീകരിക്കുന്നത്. ഇവര് പറയുമോ ഇത് ഹറാമാണെന്ന്? എന്നിട്ട് ഖുർആൻ തന്നെ 2 പുരുഷന്മാർക്ക് 4 സ്ത്രീകളെയാണ് സാക്ഷി നിർത്താൻ പറഞ്ഞത്. എന്താ പറഞ്ഞെന്നറിയാമോ? അതിന് ഒരു പെണ്ണിന് മറവി പറ്റിയാലോ എന്ന്. അപ്പോ ഒരു പുരുഷന് 2 സ്ത്രീകൾ, ഒരു പെണ്ണിന് മറവി പറ്റും. അപ്പോ ഈ പുരുഷ കേന്ദ്രീകൃതമായ ഈ മതത്തിൽ എല്ലാം പുരുഷ അള്ളാഹു നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. സ്ത്രീക്ക് മാത്രമേ തെറ്റുപറ്റൂ. സ്ത്രീ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള ഒരു ഭോഗവസ്തു മാത്രമാണ്. അവൾ ഒരു കൃഷിയിടമാണ്. അവൾക്ക് മറവി പറ്റും, അവൾക്ക് ജീവിതത്തിൽ മിസ്റ്റേക്കുകൾ പറ്റും. പുരുഷന് മാത്രം ഒരിക്കലും ഒരു മിസ്റ്റേക്കും പറ്റില്ല. ഖുർആൻ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിക്കഴിയണം. പഴയ അജ്ഞാനകാലത്തെ സൗന്ദര്യ പ്രകടനം പോലെയുള്ള സൗന്ദര്യ പ്രകടനം നിങ്ങൾ നടത്തരുത്. അതായത് പെണ്ണിന്റെ കയ്യോ മുഖമോ കഴുത്തോ ഏതെങ്കിലും തൊലി വെളുത്ത ഒരു ഭാഗം കണ്ടാലുടനെ തന്നെ ഇവർക്ക് വൈകാരികമായ റിയാക്ഷൻ ഉണ്ടാകുന്നു. ഇവർക്ക് തന്നെ ഇവരുടെ വികാരത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തത് ഇവരുടെ തലച്ചോറിന്റെ പ്രശ്നമാണ്. ഇവരുടെ ലൈംഗിക ഉദ്ധാരണം ഇവർക്ക് നിയന്ത്രിക്കാൻ പൊതു ഇടത്തിൽ പറ്റുന്നില്ലെങ്കിൽ ഇവർക്ക് എങ്ങനെയാണ് ഇവരുടെ വീടുകളിൽ നിയന്ത്രിക്കാൻ പറ്റുന്നത്? അപ്പൊ പുരുഷന് സൗന്ദര്യമില്ലേ? പുരുഷന് സൗന്ദര്യം പ്രകടിപ്പിച്ച് നടത്താമോ? ഇപ്പൊ നമുക്കറിയാം മർക്കസ് നോളജ് സിറ്റിയിൽ നടക്കുന്നത് എന്താണ്? ഇവരുടെ തന്നെ മതപുരോഹിതന്മാര് പറയുന്നുണ്ട്. മുമ്പൊരിക്കല് ഇപ്പൊ നൌഷാദ് ഹസനി കൃത്യമായിട്ട് ഇതിനെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഏഷ്യാനെറ്റ് ചർച്ചയില് AP കാന്തപുരത്തെ വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ വരില്ല. എന്താ കാരണം? ആങ്കർ സ്ത്രീയാണ്. ഒടുവിൽ അദ്ദേഹം ഫോണിലൂടെ ഒരു ചർച്ചയ്ക്ക് ഇരിക്കുവാണ്. എന്നിട്ട് അദ്ദേഹം ഫോണിലൂടെ പറയാണ്, നിങ്ങൾ ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്കൊന്ന് വന്നു നോക്ക്. പെണ്ണിനെയും ആണിനെയും വെവ്വേറെയാണ് ഞങ്ങൾ കർട്ടനിട്ട് പഠിപ്പിക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും മിക്സ്ഡ് ആയിട്ട് പഠിപ്പിക്കില്ല. പിന്നീട് ഇവര് മർക്കസ് നോളജ് സിറ്റി വന്നു. അബ്ദുൽ ഹക്കീം അസ്ഹരി എന്ന് പറയുന്ന AP കാന്തപുരത്തിന്റെ മകൻ പഠിച്ച് ബിരുദധാരിയായി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ആണും പെണ്ണും മിക്സ്ഡ് ആയിട്ട് പാടില്ല എന്ന്. ഇനി നമുക്ക് ഇത്തരം പിന്തിരിപ്പൻ ആശയങ്ങളൊന്നും കൊണ്ടു നടക്കാൻ പറ്റില്ല. പിന്നീട് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി വന്നിട്ട് പറയാണ്, നമ്മള് എഞ്ചിനീയറിംഗ് പോലെ, മെഡിസിൻ പോലെ, അതുപോലെയൊക്കെയുള്ള പഠനങ്ങൾക്ക് നമ്മളിപ്പോ മിക്സ്ഡ് ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള പിന്തിരിപ്പൻ ആശയവുമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുമോ? ഇവർക്ക് പോലും ഇവര് പറയുന്ന ഈ മത നിയമം പ്രാവർത്തികമാക്കാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത്. എന്നിട്ട് ഖുർആൻ പറയാണ്, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ്. 4-ാം അധ്യായമായ സ്ത്രീകൾ എന്ന് പേരുള്ള അധ്യായത്തിന്റെ 34-ാം വചനത്തിൽ അല്ലാഹു പറയാണ്, പുരുഷന്മാരെ, സ്ത്രീകളെ നിങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടുപോകുക. സ്ത്രീകളെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനുള്ള നിയന്ത്രണ അധികാരത്തിന്റെ ദണ്ഡ് അള്ളാഹു തന്നിരിക്കുന്നത് പുരുഷന്മാരുടെ കരങ്ങളിലാണ്. എന്തുകൊണ്ടാ? സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്ക് അള്ളാഹു ശ്രേഷ്ഠത നൽകിയത് കൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ
ഇവരുടെ മതഗ്രന്ഥങ്ങളിൽ ഉടനീളം അടിമുടി സ്ത്രീ വിരുദ്ധതകൾ മാത്രം നിൽക്കുമ്പോൾ ഇവർക്ക് പിന്നെ എങ്ങനെയാണ് സമത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കുന്നത്? എന്നാലും ഇവരുടെ ജീവിതത്തിൽ, ഇവരുടെ ബിസിനസ് സംരംഭങ്ങളിൽ, ഇവരിടപഴകുന്ന എല്ലാ മേഖലകളിലും ഇവര് സ്ത്രീ വിരുദ്ധതകൾ കൊണ്ടു നടക്കും. എന്നിട്ട് ഇദ്ദേഹം പറയാണ്, ഒരു ചാനൽ ചർച്ചയില് വന്നിരുന്നിട്ട് എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയുന്നില്ല. അപ്പൊ സമത്വം ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങൾക്ക് തുല്യനീതിയാണ് വേണ്ടത്. എവിടെയാണ് തുല്യനീതി? ഇവർക്ക് വനിതാ ലീഗുണ്ട്, അതിനകത്ത് നാമമാത്രമായിട്ടെങ്കിലും ഒരു സ്ത്രീ ഉണ്ടോ? ഇനിയിപ്പോ സംവരണം കൊടുക്കണം, ഒരു MLA സ്ഥാനത്തേക്ക് ഒരു സ്ത്രീയെ മത്സരിപ്പിക്കേണ്ടി വന്നാൽ പോലും നിർബന്ധത്തിന് വഴങ്ങി ഇവരെ തോൽക്കുമെന്ന് ഉറപ്പുള്ള സീറ്റുകളായിരിക്കും കൊടുക്കുന്നത്. നമുക്കറിയുന്നതാണ് അഡ്വക്കേറ്റ് നൂർബിന റഷീദിനെയൊക്കെ കോഴിക്കോട് മത്സരിപ്പിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അത് നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇവർക്ക് അതുപോലും ചെയ്യേണ്ടി വരുന്നത്. എന്നിട്ട് ഒടുവില് വനിതാ സമ്മേളനം നടത്തുമ്പോൾ കൺട്രോൾ ചെയ്യുന്നത് ആരാ? എല്ലാം പുരുഷന്മാർ. അതായത് സ്ത്രീകളെ കണ്ടാൽ ഉടനെ ഇവർക്ക് വൈകാരികമായി ഉദ്ധാരണം ഉണ്ടാകുന്നത് ഇവരുടെ കുഴപ്പമാണ്, ഇവരുടെ തലച്ചോറിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്ന മതത്തിന്റെ പ്രശ്നം മാത്രമാണ്. അതല്ലാതെ നമ്മുടെ നാട്ടിൽ ഒരു പട്ടിക്ക് പേ പിടിച്ചാൽ പട്ടിയെ പൂട്ടിയിടുക ചെയ്യാം, അതല്ലാതെ നാട്ടിലേക്ക് ആരും ഇറങ്ങണ്ട എന്ന് പറയില്ല. അപ്പൊ ഇവരുടെ ചിന്താഗതിക്ക് ചികിത്സ വേണ്ടതിന് പകരം ഇവര് ലോകത്തുള്ള സകലമാന സ്ത്രീകളെയും പൂട്ടിയിടാൻ ശ്രമിക്കുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെണ്ണിനെ അടിക്കുക, കിടപ്പറ ബഹിഷ്കരിക്കുക, ഇതൊക്കെയാണ് സ്ത്രീ വിരുദ്ധതകൾ മാത്രമാണ് ഈ ഗ്രന്ഥങ്ങളിനകത്തുള്ളത്. അപ്പോ ഈ ഗ്രന്ഥങ്ങൾ എന്താണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്ന മുസ്ലിം പുരോഹിതർക്കിടയിൽ നമ്മൾ സ്ത്രീ സമത്വം അന്വേഷിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഡോക്ടർ CV വാണിമൽ, നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയല്ലേ PMA സലാമിന്റേത്? നോക്കൂ, മത നേതൃത്വത്തെ സൂചിപ്പിക്കാനും മതസംഘടനകളെ കയ്യിലെടുക്കാനുമാണോ ഈ അധര വ്യായാമം? CBM വാണിമേ, കേട്ടോ എന്റെ ചോദ്യം? ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം പ്ലീസ്, ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. കേൾക്കുന്നില്ല താങ്കൾ പറയുന്നത്. കേൾക്കാം, പറഞ്ഞോ. അല്ല, ഈ ടീച്ചർ പറഞ്ഞ പോലെ ഇത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ PMA സലാമിന്റേത്? മത നേതൃത്വത്തെ സൂചിപ്പിക്കണം, മതസംഘടനകളെ കയ്യിലെടുക്കണം, അതിനു വേണ്ടിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ അദ്ദേഹം നടത്തിയിരിക്കുന്നത്? കേൾക്കാം, പറഞ്ഞു. കേൾക്കാമോ? യെസ്. പിന്നെ ഈ വിഷയത്തില് സലാം സാഹിബിന്റെ നിങ്ങളെ ഈ ശീർഷകം തന്നെ, തലവാചകം തന്നെ ദുരുപദിഷ്ടമാണ്. ലീഗിന് ഹറാമോ എന്ന് ചോദിച്ചാൽ സ്ത്രീ സമത്വത്തെ കുറിച്ച് ലീഗ് പറഞ്ഞ വ്യക്തമായ ചിത്രങ്ങളൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. ഈ ലോകത്ത് ഏത് ഭരണഘടന വന്നാലും, ഏത് രാജ്യം ഭരിച്ചാലും, ആര് തന്നെ പറഞ്ഞാലും ലോകത്തെ ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഹലോ ഹലോ
ഹലോ, എനിക്കൊന്നും കേൾക്കുന്നില്ല. ഹലോ, സ്ത്രീ കൃഷിയിടമാണെന്ന് കൂടെ പറഞ്ഞിട്ടില്ലേ വാണിമൽ? സ്ത്രീ കൃഷിയിടമാണെന്ന് കൂടി പറഞ്ഞിട്ടില്ലേ സാർ? ആ ഉം. ഉം. ആ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടോ? അല്ല, അങ്ങനെയാണെങ്കിൽ സ്ത്രീ പുരുഷ സമത്വത്തെ എന്തിനാണ് എതിർക്കുന്നതെന്നാണ് ചോദ്യം. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വളരെ ലളിതമായിട്ടുള്ള ചോദ്യമല്ലേ. പിന്നെ നീതി ഉറപ്പാക്കുന്നുണ്ടോ? ഒന്നും കേൾക്കുന്നില്ല. വാണിമേൽ എന്തോ പറയുന്നുണ്ട്, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ആങ്കറിന്റെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. ഒന്നും കേൾക്കുന്നില്ല. വാണിമേൽ എന്തൊക്കെ പറയുന്നുണ്ട്. CVM വാണിമൽ, ജോലി കഴിഞ്ഞ് സ്ത്രീകൾ ലേറ്റ് ആയിട്ടാണ് ഇപ്പൊ വീട്ടിലെത്തുന്നത്. ലേറ്റ് ആയിട്ടാണ് അവ ഹോസ്റ്റലിലേക്ക് പോകുന്നത്. നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? അതൊക്കെ പഴയ കാര്യല്ലേ. അദ്ദേഹം പറയണതൊന്നും നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ആര്? ആ ഒന്നും കേൾക്കുന്നില്ല. അല്ല, ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ പോലും ഇതൊക്കെ നടക്കുന്നില്ലേ? ചലച്ചിത്ര നിർമ്മാണം നടക്കുന്നുണ്ട്. കലയ്ക്കും സാഹിത്യത്തിനും ഒക്കെ നേരത്തെ വിലക്കേർപ്പെടുത്തിയ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും അതൊക്കെ ഇപ്പൊ നിർബാധം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട് സാർ. ആര് പറഞ്ഞു? അല്ല, ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന സാഹിത്യത്തെയാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ സാഹിത്യം, കല, സംസ്കാരം, സിനിമ ഇതിനൊക്കെ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇപ്പൊ നോക്കൂ, ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല ചലച്ചിത്ര സൃഷ്ടികൾ ഇപ്പൊ ഇറാൻ സംവിധായകന്മാരുടെ ചിത്രങ്ങളൊക്കെ താങ്കൾ ഈ അന്താരാഷ്ട്ര ചലച്ചിത്ര മേള ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യണം. അതിലൊക്കെ മഴ പെയ്യാൻ കഴിയില്ല. അതാണ് പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്ത്? ഞാൻ ഒരു മിനിറ്റ്, എന്തോ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ടീച്ചർക്ക് കേൾക്കുന്നില്ല എന്ന് പറയുന്നു. താങ്കൾ പറയുന്നത് ചിലത് ബ്രേക്ക് ആയി പോവാണ്. CVM വാണിമേൽ, ഞാൻ ഒരു നിമിഷം ഇടവേള എടുക്കുകയാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഒന്ന് വെയിറ്റ് ചെയ്യൂ പ്ലീസ്. ഇടവേള. രാജ്യത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി വാണിമേലിന് എന്തോ സാങ്കേതിക പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ പറഞ്ഞൊന്നും എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല. താങ്കൾ ഇങ്ങനെ ഇളകി കളിക്കുന്നത് കൊണ്ടാണ് പ്രശ്നം. ഒന്ന്
ടീച്ചറെ കേൾക്കാമോ ടീച്ചറെ? എനിക്കിപ്പം പിന്നെ അതായത് നമ്പ്യാര് പറയണത് കേൾക്കുന്നുണ്ട്, വാണിമേൽ പറയണത് ഒന്നും കേൾക്കുന്നില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാമോ, ഒരു മിനിറ്റ് വാണിമേലിനെ പിന്നെ ഇതില് കണക്ട് ചെയ്തേ, ടെലി കണക്ട് ചെയ്യുക, അതാ നല്ലതെന്ന് തോന്നുന്നു. പുള്ളി TVM വാണിമേൽ തുടരാം, കേൾക്കാമോ? കേൾക്കാം. ഇതാണ് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ളത്, പറയാം. അപ്പോ നമ്മൾ പറയുന്ന വിഷയം എന്ന് ചോദിച്ചാല്, നമ്മൾ മുസ്ലിം ലീഗ് ഇസ്ലാമിനെ മാറ്റി നിർത്തിക്കൊണ്ട് മുസ്ലിം ലീഗിൽ വിഭാവനം ചെയ്യാൻ കഴിയില്ല. ഇസ്ലാം എന്ന മതം ഒരിക്കലും ഒരു വിധത്തിലും സ്ത്രീയെ അവമാനിക്കുന്ന, സ്ത്രീക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ട് സ്ത്രീയെ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും പ്രേരിപ്പിക്കുന്ന മത ഇസ്ലാം എന്ന് പറയുന്നത്. പാർട്ടിയിലെ പ്രധാന പൊസിഷനുകളിൽ ഏതൊക്കെ സ്ഥാനങ്ങളിൽ സ്ത്രീകളെ ഇരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞേ. അല്ല വാണിമേലെ, എത്ര കാലം മുതലാണ് ഈ സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് തുടങ്ങിക്കൊടുത്തത്? ഏത് കാലം മുതലാണ് മുസ്ലിം ലീഗ് ഏത് വർഷം മുതലാണ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും പദവിയും കൊടുത്തു തുടങ്ങിയെന്ന് പറയണേ. ഒന്ന് പറയട്ടെ, ഞാൻ പറയാൻ സമ്മതിക്കൂ. മുസ്ലിം ലീഗിൽ പോഷക സംഘടന വനിതാ ലീഗാണ്, നിങ്ങൾ അറിയാവോ? വനിതാ ലീഗാണ്. ഐക്യരാഷ്ട്രസഭയിൽ പോലും ഇന്ത്യയിലെ സ്ത്രീകളുടെ പ്രശ്നം സംസാരിച്ച പാർട്ടിയാണ് വനിതാ ലീഗിന്റെ നേതാക്കൾ. മനസ്സിലാക്കാൻ നിങ്ങൾ ഒരുപാട് ഘട്ടങ്ങളിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇപ്പോഴും ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിന്റെ ചട്ടവട്ടങ്ങളുണ്ട്, ആ സംസ്ഥാനത്ത് ചട്ടവട്ടങ്ങളുണ്ട്. എന്താ ചട്ടവട്ടങ്ങൾ? സ്ത്രീ എങ്ങനെയാണോ സമൂഹത്തിൽ പെരുമാറുന്നത്, ആ രൂപത്തിൽ പെരുമാറുകയുള്ളൂ. അതിനപ്പുറത്ത് നിങ്ങൾ ലോകത്തിൽ ഇത്ര ആളുകൾ ഒന്നിച്ചാലും ആ നിയമം മാറ്റില്ല. വേദി പങ്കിടാൻ പാടില്ലെന്നുണ്ടോ? ഇപ്പൊ മുസ്ലിം ലീഗിന്റെ സമ്മേളനം നടക്കുന്നു, ആ സമ്മേളന വേദിയിൽ നിങ്ങൾ സ്ത്രീകളെ ആ വേദി പങ്കുമ്പോൾ ഇടകലർന്ന് ചേരാൻ പാടില്ല പറഞ്ഞിട്ടുള്ളൂ. ഇടകലർന്നിരിക്കാൻ പാടില്ല, അതായത് ഒന്നിച്ചിരിക്കാൻ പാടില്ല, ഒരുമിച്ചിരിക്കാൻ പാടില്ല, അകലം പ്രാപിക്കണം. സ്വാഭാവികമാണ്. രണ്ട് അഭിപ്രായത്തിൽ സലാം സാഹിബിന്റെ മാത്രം അഭിപ്രായമല്ല, പാർട്ടി തീരുമാനമാണ്, അത് ഇസ്ലാമിന്റെ തീരുമാനമാണ്. ഹജ്ജിനും ഉംറയ്ക്കും ഇസ്ലാമില്ലേ? ഹജ്ജിനും ഉംറയ്ക്കും ഇസ്ലാമില്ലേ? ഉറൂസിന് ഇസ്ലാമില്ലേ? നോളജ് സിറ്റിയിലെ ഉദ്ഘാടനത്തിന് ഇസ്ലാമില്ലേ? ആഘോഷങ്ങൾക്ക് ഇസ്ലാമില്ലേ? ഉണ്ടല്ലോ, പ്രവാചകൻ കാണിച്ചിട്ട് ശരിയാണതൊക്കെ. ഹജ്ജിനും ഉംറയ്ക്കും എവിടെയാണ് സ്ത്രീകൾക്കും പുരുഷനും മറയുള്ളത് സാഹിബേ? ഹജ്ജിനും ഉംറയ്ക്കും തവാഫ് ചെയ്യുന്ന സമയത്ത് ജംറയിൽ കല്ലെറിയുമ്പോൾ എവിടെയാണ് മറയുള്ളത്? ടീച്ചറോട് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം, അങ്ങനെയല്ല. തറക്തു ഫീക്കും അംറൈൻ ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബില്ലാഹി വസുന്നത്തി റസൂലില്ലാഹ്. ഞാൻ ഷോർട്ടാക്കി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഷോർട്ടാക്കി പറയാം, അങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ, അറിയാനില്ല. ഞാൻ എന്റെ ചോദ്യം ഇതാണ്, ഈ ഖുർആൻ ഹദീസും ടീച്ചർ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ടീച്ചർ ഖുർആൻ വിശ്വസിക്കുന്നില്ല, ടീച്ചറുടെ ഖുർആൻ സംസാരിക്കാൻ കഴിയില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. ആ അതെ, അതിനകത്തുള്ള സ്ത്രീ വിരുദ്ധതകളാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. നിങ്ങൾ ഖുർആനും ഹദീസും അംഗീകരിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് അതിനകത്തുള്ള സ്ത്രീ വിരുദ്ധതകളെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. എനിക്കൊരു ദൈവനിഷേധയോട് സംസാരിക്കാം, എനിക്കൊരു വർഗീയവാദം സംസാരിക്കാം. പക്ഷേ ഇസ്ലാമിന്റെ പേര് വെച്ചിട്ട് ഖുർആനും ഹദീസും അംഗീകരിക്കാത്തവരോട് എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ അംഗീകരിക്കുന്ന പുസ്തകത്തെ കുറിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ അംഗീകരിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്യുന്ന പുസ്തകത്തിലുള്ള സ്ത്രീ വിരുദ്ധതയെ കുറിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഒരു മിനിറ്റ്, നിങ്ങൾ ചിന്തിച്ചറിയോ? നിങ്ങൾ സ്ത്രീ സ്വാതന്ത്ര്യവും സമത്വം പറയുന്ന ആളുകൾ നിങ്ങളുടെ വീടുകളുടെ സ്ഥിതി എന്താ നമുക്കറിയാം. നിങ്ങൾക്ക് പാതിരാവ് നടത്തുന്നത് നിങ്ങൾ ഉദ്ദേശമായത് സ്ത്രീ സ്വാതന്ത്ര്യം പറയുന്ന പലരുടെയും വീടുകളിൽ എന്താ സ്ഥിതി? ദുരൂഹമാണ്. ശരി നിക്കി സാഹിബേ, നിങ്ങൾ പറഞ്ഞു വെച്ച ഒരു പോയിന്റിനെ മക്കളുടെ സ്വന്തം വീട്ടിൽ സ്വന്തം മക്കളുടെ മുമ്പിൽ പോലും ഈ സ്ത്രീ സമത്വത്തിന്റെ പേരിൽ പോരെടുക്കുന്ന കുടുംബങ്ങൾ നമുക്കറിയാം. അവര് പറയാൻ കൊള്ളാം പുറത്ത്, പക്ഷേ അവിടെയൊക്കെ വീടുകൾ നടക്കുന്നത് വളരെ ദുസ്സഹമായ, പറയാൻ കഴിയാത്ത വിധത്തിലുള്ള മരീമസമായ രംഗങ്ങളാണ്. മദ്രസകളിലോ
മദ്രസകളിലോ? യുക്തിവാദികളുടെ വീടുകളിലൊന്നും അങ്ങനെയൊന്നും നടക്കില്ല. മദ്രസകളിൽ പൈതലുകളെ പിടിച്ച് ഡിങ്കോഡാൽഫി ചെയ്യുന്ന ഉസ്താദുമാരുടെ കാര്യം കൂടെ പറയൂ. അവിടുത്തെ മലീമസമായ സാഹചര്യത്തെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നല്ല 1000 സംഭവങ്ങൾ പറയാൻ പറ്റും. അവരെ അകറ്റി നിർത്താൻ നിങ്ങൾക്ക് പറ്റണം. അവരെ അകറ്റി നിർത്താൻ നിങ്ങൾക്ക് സാധിക്കണം. അവരെ വിമർശിക്കാൻ കഴിയണം. 100 വട്ടം ഞങ്ങൾ പറയുന്നല്ലോ. ടീച്ചറെ, ലോകം ഇസ്ലാമിലേക്ക് മടങ്ങിയറിയോ? ലോകം ഇസ്ലാമിലേക്ക് മടങ്ങിയാണ് എനിക്കറിയില്ല. അല്ല, അതൊക്കെ മടങ്ങിക്കോട്ടെ സാഹിബേ. ഈ ലോകം മുഴുവനും എന്റെ പൊന്ന് EVM സാഹിബേ, ഈ ലോകം മുഴുവനും ഇസ്ലാമിലേക്ക് മടങ്ങിയാലും ശരി, ഇസ്ലാം ശരിയാണ് എന്നത് അതുകൊണ്ട് അർത്ഥമില്ല. താങ്കൾ പറഞ്ഞല്ലോ ലീഗിന് ഇസ്ലാമിനെ മാറ്റി നിർത്തിയിട്ട് ഒരു ലീഗില്ലാന്ന്. 1984-86 കാലഘട്ടത്തിൽ മുഹമ്മദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന പുരുഷൻ അഡ്വക്കേറ്റ് ആയിരുന്നു. അദ്ദേഹം ഒഴിവാക്കിയ ഒരു സ്ത്രീയുണ്ട്, ഷാബാനു ബീഗം, 4 മക്കളുമായി കോടതി വരാന്തകൾ 14 വർഷത്തോളം കയറി ഇറങ്ങി. എന്തിനെ? മെയിന്റനൻസിനു വേണ്ടി. ആ സമയത്ത് സ്ത്രീകൾക്കെതിരായ നിയമത്തിനു വേണ്ടി രംഗത്തിറങ്ങി പ്രതിഷേധ യോഗം നയിച്ചവരാണ് ഈ ലീഗിന്റെ നേതാക്കൾ. ലീഗിന്റെ സ്ത്രീ വിരുദ്ധതകളൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ സാഹിബേ. അങ്ങനെ പറയാൻ ഒരുപാടുണ്ട് സാഹിബേ. നിങ്ങൾക്കറിയാമല്ലോ MES ഫസൽ ഗഫൂറിന്റെ പിതാവായ അബ്ദുൽ ഗഫൂർ സാഹിബ് കോഴിക്കോട്ടേക്ക് മെഡിക്കൽ എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് വേണ്ടിയുള്ള ഒരു ജാഥ നയിക്കുവാണ്. ആ സമയത്ത് ലീഗിന്റെ നേതാക്കൾ എന്താ ചെയ്തെന്നറിയാമോ? ഫറൂഖ് പേട്ടയിൽ നിന്ന് തുടങ്ങുന്ന ഒരു ജാഥ കോഴിക്കോട് വരെ. ആ സമയത്ത് 2 കരയിലും നിന്ന് ഈ ലീഗിന്റെ നേതാക്കൾ മുറുക്കി തുപ്പുവാണ്. എന്തിന്? എഡ്യൂക്കേഷനെതിരായിട്ട്. വിദ്യാഭ്യാസത്തിനും ഈ രാജ്യത്തിന്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും എല്ലാ കാലത്തും വിരുദ്ധമായിട്ടുള്ള നയം സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനമില്ലായിരുന്നുവെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഇപ്പോഴും ബംഗാളാവേണ്ടി വരും. ബംഗാളിലെ ജനങ്ങളെ ജീവിക്കേണ്ടി വരും. സാഹിബേ, ശക്തമായ ഒരു ഭരണഘടന ഉള്ളത് കൊണ്ടാണ് സാഹിബേ പുരോഗമനം ഉണ്ടായത്. കേരളത്തിലെ ജനങ്ങളെ മനുഷ്യരാക്കി മാറ്റുന്നത്, കേരളത്തിലെ ജനങ്ങൾക്ക് മതസൗഹാർദ്ദം ഉണ്ടാക്കുന്നതിൽ, കേരളത്തിലെ ജനങ്ങളെ സംസ്കാരബോധം ഉണ്ടാക്കുന്നതിൽ ഇന്ത്യയെ വിഭജിച്ച പാർട്ടി എന്ന് കൂടി പറയണം. ഇന്ത്യയെ പാകിസ്ഥാന് വിഭജിച്ച് പകുതി കൊടുത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് കൂടി പറയണം. മുസ്ലിം ലീഗ് ഇന്ത്യ മഹാരാജ്യത്തെ പകുത്ത ആളാണെന്ന് കൂടി പറയണം, പാർട്ടിയാണെന്ന് കൂടി പറയണം. അങ്ങനെ ഒരു വർഗീയ പാർട്ടിയാണെന്ന് കൂടി പറയണം. മതേതരം എന്ന് പറഞ്ഞാൽ ആവത്തില്ല സാഹിബേ. മുസ്ലിം ലീഗ് അതിനകത്തുണ്ട് സാഹിബേ വർഗീയത. നിങ്ങൾ വീണ്ടും മതം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ കേട്ടോ, ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ പ്രവർത്തിക്കുന്ന പാർട്ടികൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തോടും പൂർണ്ണ പ്രതിബദ്ധതയുള്ള ഉത്തരവാദിത്തമുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അംബേദ്കർ എന്ന് പറയുന്ന മഹാപുരുഷനെ പാർലമെന്റിലേക്ക് അയക്കുക വഴി ഈ രാജ്യത്തിന്റെ മതിലത്തെ കാസോടിച്ച ഏറ്റവും വലിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഭരണഘടനയിൽ ഒപ്പിട്ട പാർട്ടിയാണ് മുസ്ലിം ലീഗ്. നിങ്ങളിപ്പോൾ ടീച്ചർ ഇപ്പോൾ അന്തസ്സോടെ ജീവിക്കുന്നതെന്ന് അറിയാമോ? മുസ്ലിം ലീഗ് ഉള്ളത് കൊണ്ടാ, ഭരണഘടന ഉള്ളത് കൊണ്ടല്ല, മുസ്ലിം ലീഗ് ഉള്ളത് കൊണ്ടാ. ഓ അടിപൊളി. സാഹിബേ, EMS ഇല്ലായിരുന്നെങ്കിൽ മുസ്ലിം ലീഗ് വളരുമായിരുന്നില്ല. EMS ആണ് നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത്. EMS ആണ് വർഗീയതയെ വളർത്തിക്കൊണ്ടുവന്നത്. ഒരു നിമിഷം അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി ഒന്ന് അറിയാം. അതിനുശേഷം ഞാൻ വരാം. ഒന്ന് ക്ഷമിക്കൂ പ്ലീസ്. ഓക്കെ. അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്, അതായത് സ്ത്രീ പുരുഷ സമത്വം പറ്റില്ല, അത് അപ്രായോഗികമാണ്, പക്ഷെ തുല്യനീതിക്ക് വേണ്ടിയാണ് വാദിക്കുന്നത്. ഇപ്പോ നേരത്തെ ടീച്ചർ ഇവിടെ പറയുകയുണ്ടായി, തുല്യ നീതിയൊന്നും മുസ്ലിം ലീഗിലില്ല. മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം സസൂക്ഷ്മം പരിശോധിച്ചാൽ നമുക്കറിയാം സ്ത്രീകൾക്ക് എങ്ങനെയാണ് നീതി അവർ നൽകുന്നത്. ഞാൻ നേരത്തെ ചോദിച്ചു, ഒരു മുസ്ലിം ലീഗിന്റെ സമ്മേളനം നടക്കുന്ന വേദി പോലും സ്ത്രീകളെ ഇരുത്താത്തവരാണ് തുല്യനീതിയെ കുറിച്ച് പറയുന്നത്. നോക്കൂ, കൃത്യമായിട്ട് നേരത്തെ CVM മാണിവേൽ പറഞ്ഞ പോലെ ലോകം ഇസ്ലാമിലേക്ക് വരികയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ലീഗ് ഇപ്പോ അവർ തന്നെ പറയുന്നു മതേതര പാർട്ടിയാണ് എന്ന് പറയുന്നുണ്ട്, മതനിരപേക്ഷ പാർട്ടിയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ മതാന്ധത ബാധിച്ച ഒരു പാർട്ടിയുടെ നേതാവിന്റെ ജൽപ്പനങ്ങളല്ലേ ഇന്ന് നാം കണ്ടത്? ബഹുമാനപ്പെട്ട അനിൽജി, കുറച്ചു നേരം കൂടി ഇവരുടെ
രണ്ടുപേരും കൂടിയുള്ള ടീച്ചറും അദ്ദേഹവും തമ്മിലുള്ള ചർച്ച തുടർന്നിരുന്നെങ്കിൽ എത്രത്തോളം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി പുറമേക്ക് അഭിനയിച്ചിരുന്നു കാലം ഇത്രയായിട്ടും എന്നുള്ളത് നമുക്ക് ഒന്നുകൂടി വ്യക്തമാക്കാമായിരുന്നു. നമുക്ക് ഇതിനെ 3 വിഷയങ്ങളായിട്ട് കാണാം. എന്താണുള്ളത്? ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്, ഇതിനകത്ത് വർഗീയവാദമുണ്ട്, ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു സാമൂഹ്യ വിരുദ്ധതയുണ്ട്. ഈ 3 പാറ്റേണിൽ ഈ വിഷയത്തെ ചർച്ച ചെയ്യണം. എന്താണ് ഇതിനകത്ത് രാഷ്ട്രീയം? ഇതിനകത്ത് രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് മുസ്ലിം ലീഗ് എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി സമസ്തയുമായിട്ട് കൂടുതൽ അടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ സമസ്തയുമായി കൂടുതൽ അടുക്കാനുള്ള ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഭാഗമായിട്ടുള്ള സമസ്തയുടെ നേതാവ് കാന്തപുരം കൃത്യമായിട്ട് പറഞ്ഞത് എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ ആണും പെണ്ണും കൂടി ഒരുമിച്ച് വ്യായാമം നടത്താൻ പാടില്ല, ഇട ചേർന്ന് നിൽക്കാൻ പാടില്ല, അങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇങ്ങോട്ട് നോക്കാൻ പാടില്ല. അപ്പൊ അതേ ചിന്താഗതി തന്നെയാണ് സർ ഞങ്ങൾക്കും എന്ന് വരുത്തി തീർക്കണം. അതിലൂടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ ഒന്നുകൂടി കൃത്യമായി വരുത്തണം. അദ്ദേഹം ഇസ്ലാം രാജ്യമായി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും അടക്കുന്ന ഇത് ഇസ്ലാം മതം പറയുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഇത്രയും പറഞ്ഞിരുന്നു ബസ്രിയാനിൽ നമ്പ്യാർജി രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയപ്പെടുന്നതും ഒരു മത പാർട്ടിയാണ്, ഒരു മതത്തിന് വേണ്ടി നിലനിൽക്കുന്ന പാർട്ടിയാണ്. ആ മതത്തിന്റെ നിയമവും മതത്തിന്റെ ശൈലിയും മാത്രം ചിന്തിച്ചു പോകുന്ന ഒരു പാർട്ടിയാണ്. മതേതരത്വം എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാത്ത വ്യക്തികളും എന്നാൽ ആ വാക്ക് നാഴികക്ക് 40 വട്ടം ഉപയോഗിച്ച് ഈ സമൂഹത്തെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമാണ്. ഇത് കാലാകാലമായി BJP പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. ഒപ്പം തന്നെ നിങ്ങളൊരു കാര്യം, കേരളത്തിൽ നടന്ന 1-2 കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചോട്ടെ. ഈ അനിൽ നമ്പ്യാർജിക്ക് അറിയാം കൃത്യമായിട്ട് നമ്മുടെ ജനം TV അടക്കം ആ വിഷയത്തിൽ വലിയ ചർച്ച ഉണ്ടായതാണ്. ഒരു പിഞ്ചു മകള് ഒരു വിദ്യാഭ്യാസത്തിൽ നല്ലൊരു മാർക്ക് മേടിച്ച് ഈ കേരളത്തിനകത്ത് ഒരു വേദിയിൽ ആദരിക്കപ്പെടുന്ന ഒരു നിമിഷത്തിൽ ആ കുട്ടി സ്റ്റേജിലേക്ക് കയറി വന്ന സമയത്ത് ഈ കേരളം കണ്ടില്ലേ ക്രൂരത? പെൺകുട്ടിയായി ജനിച്ചതിന്റെ പേരിൽ അതിന് മാറ്റിയിട്ടില്ലേ? എന്തടിസ്ഥാനത്തിൽ എന്ത് ന്യായീകരണമാണ് മുസ്ലിം ലീഗിന് പറയാനുള്ളത്? ഈ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മുസ്ലിം ലീഗിന്റെ PMA സലാം പറഞ്ഞ ഈ കാര്യത്തിനെ സോണിയാഗാന്ധിയും കേരളത്തിലെ MP ആയിട്ടുള്ള സോണിയാഗാന്ധിയുടെ മകൾ പ്രിയങ്ക ഗാന്ധിയും ഒന്ന് മറുപടി പറയണമല്ലോ. കോൺഗ്രസിന്റെ നിലപാട് അവരോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിം ലീഗ് മതേതരത്വം എന്ന് പാർട്ടിക്കും പറഞ്ഞു നിൽക്കുന്ന ആ പാർട്ടിയുടെ ഈ നിലപാട് കോൺഗ്രസിന് നട്ടല്ലുണ്ടെങ്കിൽ അവർ അംഗീകരിക്കട്ടെ. ഈ നിലപാടിന് ഒരു മറുപടി പറയും. ഇവരെ അംഗീകരിച്ചാണെങ്കിൽ തള്ളി പറയാനുള്ള നട്ടല് കാണിക്കും. പ്രിയങ്ക ഗാന്ധി ഈ നിലപാടിനോട് എന്താ പറയാൻ പോകുന്നു? അപ്പൊ ഇവരുടെ ആവശ്യം എന്താണ്? ഇവർ പറയുന്ന വിഷയം എന്താണ്? ഇവർ യാതൊരുവിധ തരത്തിലും സാമൂഹിക നീതി എന്ന് പറയപ്പെടുന്ന സ്ത്രീകൾക്ക് കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, മലപ്പുറം അടക്കം കോഴിക്കോട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഒരു സ്ത്രീ പ്രാതിനിധ്യത്തിന്റെ ഭാഗമായിട്ട് സ്ത്രീ മത്സരിക്കുമ്പോ ഓളുടെ പടം വെക്കൂല, അവരുടെ ഭർത്താവിന്റെ പടം വെച്ചിട്ട് ഓന്റെ ഭാര്യയ്ക്ക് വോട്ട് ചെയ്യുക എന്ന് പറയപ്പെടുന്ന ഇത്രയും കാട മനസ്സുമായി നടക്കുന്ന അന്ധമായ മതം ഭക്ഷിച്ച് മതം വിസർജിച്ച് മതം ശിരസാവഹിച്ച് നടക്കുന്ന ഇങ്ങനെയൊരു വർഗീയവാദികളുടെ കൂട്ടായ്മയായിട്ട് മുസ്ലിം ലീഗ് അധപതിച്ചു പോയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. അവർക്കൊരു കാരണവശാലും നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി കൊണ്ടുവന്ന സ്ത്രീ ബില്ലിനെ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അവർക്കൊരു കാരണവശാലും നിർത്തലാക്കാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാലോ 1984 സുപ്രീം കോടതിയുടെ മുമ്പിൽ വന്ന കേസിനെ കുറിച്ച് വിഷയം കൃത്യമായി പറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, അന്നൊരു കോഴിക്കോട് ഒരു സമ്മേളനത്തിൽ ഒരു ജാഥ നടത്തിയത് എനിക്ക് ഇന്നും അതിന്റെ എന്റെ പൂർവികന്മാർ പറഞ്ഞു തന്ന കാര്യങ്ങൾ എന്റെ മുൻപത്തെ സീനിയേഴ്സ് പറഞ്ഞു തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. എന്താണെന്ന് അറിയാം, അന്ന് ഇവർ വിളിച്ച മുദ്രാവാക്യമാണ് എന്ത്? 4 കെട്ടും 8 കെട്ടും വേണ്ടി വന്നാൽ EMSന്റെ ഓളം കെട്ടുന്ന ഒരു മുദ്രാവാക്യം. ഇവർക്ക് ഇങ്ങനെ 4 കെട്ടി 8 നടന്ന് സുഖമായി ബിരിയാണി വെച്ച് കൊടുക്കുന്ന വീടിനകത്ത് ഇങ്ങനെ പൂട്ടിയിട്ട് അവർക്ക് പുറമേ പോവാനുള്ള മറ്റേ പുറത്തുള്ള സ്വത്താവകാശ സ്വാതന്ത്ര്യമില്ലാതെ വസ്ത്രത്തിന് വ്യക്തമായ സ്വാതന്ത്ര്യമില്ലാതെ ഇങ്ങനെ പൂട്ടിയിട്ട് കൊണ്ട് ഇവരുടെ ഇവരുടെ ഉസ്താദുമാരുടെ ഒക്കെ പ്രസംഗങ്ങൾ കേട്ടിട്ടില്ലേ? സ്ത്രീ എന്ന് പറയപ്പെടുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് ഇവരെന്താണ് കാണുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വോട്ട് ടൂൾ മാത്രമായിട്ടാണ് ഇവർ ഇതിനെ കാണുന്നത്, ഇവർ സ്ത്രീകളെ കാണുന്നത്. ആ വോട്ടിനും ഈ വോട്ടിനും തുല്യമായിട്ടുള്ള അവകാശം തന്നെയാണല്ലോ അല്ലെ ഇന്ത്യ മഹാരാജ്യത്ത്. സ്വാഭാവികമായിട്ട് ഞങ്ങൾ BJP വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഇവരെ പോലെയുള്ള വർഗീയമായിട്ട് ചിന്തിക്കുകയും മതാന്ധതയിൽപ്പെട്ടു പോകുകയുമായിരുന്ന സമൂഹത്തിനെതിരെ തന്നെയാണ്. എന്തിനായിരുന്നു കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു വക്കീല് കുറച്ചു നാൾ മുന്നേ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം 2ാമത് കല്യാണം കഴിച്ചത്? വലിയ വിഭാവന ചെയ്യുന്ന മുസ്ലിം വിഭാഗത്തിന്റെ നേതാവേ, എന്തിനായിരുന്നു നിങ്ങളുടെ മതത്തിൽപ്പെട്ട ഒരു വ്യക്തി, ഇടതുപക്ഷ സഹയാത്രികനായിട്ടുള്ള ഒരു വക്കീൽ, എന്തിനായിരുന്നു 2ാമത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം സ്വന്തം ഭാര്യ വീട്ടിൽ കല്യാണം കഴിച്ചെന്ന് അറിയാമോ നിങ്ങൾക്ക്? അദ്ദേഹത്തിന് ആൺകുട്ടികൾ ഉണ്ടായിരുന്നില്ല, 2 പെൺകുട്ടികളായിരുന്നു. തുല്യമായിട്ടുള്ള അവകാശമില്ല.
കാലശേഷം ആ പെൺകുട്ടികൾക്ക് നിങ്ങളുടെ നിയമപ്രകാരം അത് ഈ സമൂഹത്തിൽ അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണോ? ഓരോ നിങ്ങളുടെ നിയമങ്ങൾ എടുക്കുക. നിങ്ങൾ മതം 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 എന്നൊക്കെ അതിനകത്ത് കൂട്ടിച്ചേർത്ത് നിങ്ങളുടെ പാവപ്പെട്ട ഈ സ്ത്രീകൾക്ക് അവകാശങ്ങൾ വേണ്ടേ? നിങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ, ഈ PMS സലാം ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടികൾ ഇത് അംഗീകരിക്കോ? ഞങ്ങൾ ഈ 4 ദിവസം മുൻപല്ലേ ഫോണിൽ കൂടെ ഒരുത്തൻ ഒരു കേക്ക് മുറിച്ചതിന്റെ പേരില് അന്നെ ഞാൻ മൊയിച്ചൊല്ലിയിരിക്കണോ തലാക്ക് അതൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ജയിക്കണ്ടേ? എന്ത് നിയമമാണ് സാർ ഇത്? ഇവിടെ സ്ത്രീകൾ എന്ന് പറയപ്പെടുന്നത് നിങ്ങൾക്ക് അടുക്കളയിലിട്ട് അല്ലെങ്കിൽ അകത്തിട്ട് നിങ്ങളുടെ വീട്ടുകാര്യങ്ങൾ മാത്രം നോക്കാനുള്ള വീട്ടുപണിക്കാരിക്കാരെയാണോ സ്ത്രീകളെ നിങ്ങൾ കാണുന്നത്? സ്ത്രീകൾ എന്ന് പറയപ്പെടുന്ന വിഭാഗത്തിന് ഒരു തരത്തിലും വീടിനകത്ത് സമത്വം പാടില്ല, നാടിനകത്ത് സമത്വം പാടില്ല, പുരോഗമനത്തിൽ അവർ പങ്കെടുക്കാൻ പാടില്ല, അവർക്ക് യാതൊരു തരത്തിലും വിദ്യാഭ്യാസം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞവരാണ് ഇവര്. അന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളെ കൃത്യമായി ഞാൻ പറഞ്ഞു തരാം. ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളെ പിശാചിന്റെ ഭാഷ പഠിക്കാൻ പോകുന്നു എന്ന് പറയുന്ന പൊട്ടത്തരം വിളമ്പിയാണ് ഇവരൊക്കെ. നിങ്ങൾ ആരെയും മനസ്സിലാക്കണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മതത്തിന്റെ അന്ധതയിൽ കുറെ ഉസ്താദുമാരും ഉണ്ടാക്കിയിരിക്കണം. നേരത്തെ ഒരു ഉസ്താദ് പറഞ്ഞു കേട്ടില്ല നിങ്ങള്, മുകളിലേക്ക് പോയ തേനിങ്ങനെ ഒഴുകുന്ന പറഞ്ഞ തേൻമഴ ഒഴുകുന്നു, ഒരു അരുവിയിൽ തേൻ, ഒരു അരുവിയിൽ പാൽ, ഇങ്ങനെയുള്ള കുറെ വിദ്യാസുരന്മാരുടെ ലോകത്ത് നിന്നിട്ട് ഈ വക സൂത്രങ്ങൾ പറഞ്ഞാൽ കേരളം എന്ന് പറഞ്ഞാൽ വികസനത്തിന്റെ പാതയിലേക്ക് നടന്നു പോകുന്ന, സാമൂഹിക നൈതികതയ്ക്ക് ഉണ്ടാക്കുന്ന, സാംസ്കാരിക മേഖലകളിൽ വളരെ ഉന്നമനം ഉപയോഗിക്കുന്ന, പുരോഗമന മേഖലയിലേക്ക് പോകുന്ന ഒരു സമാജത്തിന്റെ യാത്രയിൽ ഇതേപോലെയുള്ള വർഗീയ വിഷജന്തുക്കളെ തിരിച്ചറിയാനുള്ള ഒരു സെൻസ് കേരളത്തിലെ പൊതുസമൂഹം കാണിക്കണം. ഒരു തരത്തിലും ചെറിയ കുട്ടികളായിക്കോട്ടെ, വലിയ കുട്ടികളായിക്കോട്ടെ, സ്ത്രീകളായിക്കോട്ടെ, അവർക്ക് വീടിനകത്ത് സമത്വം കൊടുക്കുന്നതിൽ എന്നും ഇവർ പുറകോട്ട് തന്നെയാണ്. ഇന്ന് ഇവർ വോട്ടിന് വേണ്ടി ഈ തട്ടിപ്പ് പറയുന്നു, നാളെ ഇവർ സമൂഹത്തിലും ഈ വക തട്ടിപ്പുകൾ നടത്തും. പ്രായോഗികമായിട്ട് ഇവർക്ക് ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ, സ്ത്രീ എന്ന് പറയപ്പെടുന്ന ഇവർക്ക് ഇങ്ങനെ തൊള്ളെ തോന്നണം കല്യാണം കഴിക്കണം, തൊള്ളെ തോന്നണം ഇവർക്ക് ഇങ്ങനെ നടക്കണം, ഇവർക്ക് തോന്നുമ്പോ ഒരെണ്ണന്മാരെ അപ്പുറത്ത് ഒരെണ്ണന്മാരെ അങ്ങനെ നിങ്ങൾക്കൊരു ഇൻസ്ട്രുമെന്റ് ആക്കാനുള്ള ആളല്ല സാർ ഇന്ത്യ മഹാരാജ്യത്തെ സ്ത്രീകൾ എന്ന് പറയപ്പെടുന്നത്. ഇത് ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരും നരേന്ദ്രമോദിയും സ്ത്രീ ശാക്തീകരണം വാക്കുകളിലല്ല പ്രവൃത്തികളാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരു സർക്കാരാണ്. നിങ്ങളുടെ അഭ്യാസമൊക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. PMS സലാം അത് വീട്ടിൽ പോയി പറഞ്ഞോട്ടെ. ഈ നാട്ടിലെ സ്ത്രീകൾക്ക് നേരെ PMS സലാം അത് പറഞ്ഞാൽ കൃത്യമായി അതിനെ പ്രതിരോധിക്കും. സൗദി പോലുള്ള മുസ്ലിം രാജ്യങ്ങൾ പോലും മാറ്റത്തിന്റെ പാതയിലേക്ക് പോകുമ്പോൾ ഈ മുസ്ലിം ലീഗിന് ഇപ്പോഴും അത് ചിന്തിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഉണ്ട് അവരുടെ മനസ്സിനകത്ത് അന്ധമായിട്ടുള്ള വർഗീയതയും ജാതി ചിന്തയും മതചിന്തയും എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇത് ചെറിയ വിഷയമൊന്നുമല്ല, 10 മിനിറ്റോ 15 മിനിറ്റോ ചർച്ച ചെയ്യുന്ന വിഷയമല്ല. ഈ പറഞ്ഞ മുസ്ലിം ലീഗിന്റെ ഇവിടുത്തെ പ്രതിനിധി തന്നെ ജാതി മതം 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 പഠിപ്പിക്കുന്നു. എത്ര തവണയാണ് പറയുന്നത്? ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് വരികയാണ്, ഇങ്ങനെ തേട്ടി വരിക. അത് തന്നെയാണ് കാലങ്ങളായിട്ട് ഞങ്ങളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഉള്ളിൽ പുറമെ കാണിക്കുന്ന വാക്കുകൾ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, PMS സലാം പറഞ്ഞത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. യുവാക്കൾക്ക് അറിയാം എന്താണ് സത്യം, എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത്. MSF മാത്രമല്ലല്ലോ, കോൺഗ്രസ് മറുപടി പറയണ്ടേ, VD സതീശൻ മറുപടി പറയണ്ടേ, പ്രിയങ്ക ഗാന്ധി മറുപടി പറയണ്ടേ, സോണിയ ഗാന്ധി അഭിപ്രായം പറയട്ടെ. അവർ പറയട്ടെ. സ്ത്രീ സമൂഹം അവർ വരില്ലെന്ന് VD സതീശൻ ഇതിന് മറുപടി പറയും. വഴിയെ പോണ കാക്കറ്റിയും പൂച്ചയ്ക്ക് 2 കുര കൂടിയെന്ന് മറുപടി പറയാം. അതിനും പോലും മറുപടി പറയുന്ന VD സതീശൻ ഈ വിഷയത്തിൽ എന്ത് മറുപടി പറയും? മറുപടി പറയും? വയനാട്ടിൽ MP ആയി ജയിച്ചു പോയ കേരളത്തിന്റെ MP പ്രിയങ്ക ഗാന്ധി നാട്ടിലുണ്ടെങ്കിൽ കേരളത്തിന്റെ മണ്ണിൽ പാവപ്പെട്ട പെൺകുട്ടികളുടെ മുമ്പിൽ പറയട്ടെ, PMS സലാം പറഞ്ഞ പോലെ സ്ത്രീകൾ അടുക്കളയിൽ ഇരുന്നാൽ മതി, സ്ത്രീകൾക്ക് സമത്വം വേണ്ട എന്ന് പറയട്ടെ. അപ്പൊ ഇവർക്കൊക്കെ കൃത്യമായിട്ട് അജണ്ട ഉണ്ടായിരുന്നു. ആ അജണ്ട അവരുടെ നാവിൽ നിന്ന് പുറത്തു വന്നു എന്ന് പറഞ്ഞാൽ കാലം കാത്തുവെച്ച കാവ്യനിധി എന്നാണ് കൃത്യമായി നമ്മൾ പറയേണ്ടത്. ഇവർക്ക് എന്ത് നിയമമാണ്? ഇവരുടെ സ്വത്താവകാശത്തെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ ശ്രീ അനിൽ നമ്പി, അന്ന് വിഷമമൊന്നും. ഈ ഒരു സ്ത്രീ ഇനിയിപ്പോ ഒന്ന് ഡൈവേഴ്സ് ചെയ്തു, അവറ്റങ്ങൾ പറഞ്ഞങ്ങൾ ശരിയാക്കി, വാക്കും തർക്കങ്ങളൊക്കെ തീർന്നു, രണ്ടാമത് ആ പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്ന് വെച്ചാൽ അപ്പൊ കൊണ്ടുവന്നു ഇവരുടെ ഒരു തട്ടിപ്പ് നിയമം. എന്താ? വേറൊരുത്തനെ കല്യാണം കഴിച്ച് അവനെ ഒഴിവാക്കിയതിന് ശേഷം ഇവിടെ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. എവിടെയാണ് ഈ നിയമം? എവിടെയാണ് ഈ നമ്മൾ ജീവിക്കുന്നത്? ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്? അത് കഴിഞ്ഞാൽ ഇനി മരിച്ചുപോയ 100 ദിവസം ഇരിക്കുന്ന ഒരു ചടങ്ങ്, ഇവർക്ക് പള്ളിയിൽ പെൺകുട്ടികളെ കയറ്റാൻ പറ്റാത്ത ചടങ്ങ്, നിഷ്കരിക്കാൻ പള്ളിക്ക് അകത്ത് കയറാൻ പറ്റാത്ത കാര്യങ്ങൾ, അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളായിട്ട് ഞാൻ വിട്ടുകളയുന്നു. ഒരു സദ്യക്ക് പോയ നടുക്കിൽ ഒരൊറ്റ കെട്ട മറ, എന്നിട്ട് അപ്പുറത്ത് ഒരു ടീമിരിക്കണം. എവിടെയാണ് നിങ്ങൾ ഈ സമത്വം കാണുന്നത്? എവിടെയാണ് നിങ്ങൾ പുരോഗമനം സംസാരിക്കാമെന്ന് നിങ്ങൾക്ക്
എവിടെയാണ് നിങ്ങൾക്ക് ഒരു മകനെയും മകളെയും ഒരുമിച്ച് കാണാൻ PMA സലാമിന് സാധിക്കില്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഒരു നേതാവായും ഈ സമൂഹത്തിൽ ഒരു വക്താവായി നിൽക്കാൻ അദ്ദേഹത്തിന്റെ യോഗ്യതയാണല്ലോ സാർ? അവിടെയാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇതുപോലെ മനസ്സുള്ള വർഗങ്ങളെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ സമൂഹം പ്രതികരിക്കണം. ടീച്ചറെ, ഇത് സമസ്തയുടെ ഒരു നേതാവ്, എനിക്ക് തോന്നുന്നു അബ്ദുള്ള മുസ്ലിയാർ, FT അബ്ദുള്ള മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ ഒരു പരാമർശം ടീച്ചർ ശ്രദ്ധിച്ചാണോ എന്നറിയില്ല. സ്ത്രീക്കും പുരുഷനും ഇടയിൽ മറ വേണം, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ് പരസ്പരം കണ്ടാസ്വദിക്കുമ്പോൾ എന്നാണ് അബ്ദുള്ള മുസ്ലിയാർ മൊഴിഞ്ഞിരിക്കുന്നത്. ടീച്ചർ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുമ്പ് പറഞ്ഞിരുന്നു, ഈ ആണും പെണ്ണും ഇടകലർന്നാണ് പഠിക്കുന്നതെങ്കിൽ അവരങ്ങ് കണ്ണ് ചിമ്മിയാ മതിയെന്ന്. കാരണം അപ്പൊ ഇവർക്കാണ് പ്രശ്നം, ഇവരുടെ ചിന്താഗതിക്കാണ് പ്രശ്നമെന്ന് ഇവർക്കറിയാം നേരത്തെ തന്നെ. ബസ്സിൽ കയറിയാൽ കണ്ണടച്ചിരിക്കണം, 2-3 മണിക്കൂർ ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്നെങ്കിൽ കണ്ണടച്ചിരിക്കുക, കണ്ണ് തുറന്നാൽ ഉടനെ ഇവർക്ക് പ്രശ്നമാണ്. ഇപ്പൊ നമ്മുടെ ഉല്ലാസ് ബാബു പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക വാദ്രയും ഒക്കെ മറുപടി പറയണമെന്ന് പറയില്ല. കാരണം ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രഭാഷണം മലപ്പുറത്ത് ഒരു പെൺകുട്ടി, ഒരു +2കാരി പെൺകുട്ടിയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഹിന്ദിയിലേക്ക്. അതിന്റെ പേരിൽ ആ പെൺകുട്ടിയും കുടുംബവും അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ ചെറുതല്ല. എന്നിട്ട് പോലും ആ പെൺകുട്ടിക്ക് വേണ്ടി ഒരു വാക്ക് പറയാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഇദ്ദേഹം പറയുന്നു, നമ്മുടെ EVM ഇദ്ദേഹം പറയുന്നുണ്ട്, ലീഗ് മുസ്ലിം സ്ത്രീകളുടെ സുരക്ഷയും വിദ്യാഭ്യാസവും ഉറപ്പുവരുത്തേണ്ടുന്ന ഉത്തരവാദിത്വമുണ്ടെന്ന്. സ്വന്തം വീടുകളിൽ പോലും, മദ്രസ ആലയങ്ങളിൽ പോലും പോട്ടെ, ഇവരുടെ കൺവെട്ടമെത്തുന്ന ഒരു സ്ഥലത്തും സ്ത്രീ സുരക്ഷിതയല്ല. അതായത് ഇവര് തന്നെ വിളിച്ചു പറയുവാണ്, ഞങ്ങളിലുള്ള പുരുഷന്മാർ ഇങ്ങനെയാണ്, പെണ്ണിനെ കണ്ടാൽ ഉടനെ വികാരം ഉണ്ടാകുന്നവരാണ്. ഇത് ഇവർക്ക് മനസ്സിലാകുന്നില്ല. പെണ്ണാകെ മൂടണമെന്ന് പറയുന്നത് പുരുഷന്റെ ചിന്താഗതി മോശമാണെന്ന് ഇവര് പറഞ്ഞു തരിക. ചെറിയ കുഞ്ഞുങ്ങള് ഈ കറുത്ത ചാക്കിനകത്തൊക്കെ മൂടിയിട്ടിട്ട് പോകുന്ന, ചൂളയ്ക്ക് വെക്കുന്ന വാഴക്കൊലകൾ പോലെയുള്ള ഈ പൈതലുകൾ മദ്രസകളിൽ പോകുമ്പോൾ ഈ പണ്ഡിതന്മാരായിട്ടുള്ള ഉസ്താദുമാര് തന്നെയല്ലേ ഈ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നത്? എന്നിട്ട് EVM പറയാണ് അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന്. ഒറ്റപ്പെട്ട 1000 സംഭവങ്ങൾ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേസെടുക്കുന്നു നാമമാത്രമായിട്ട്, എന്നിട്ട് ഒതുക്കി തീർക്കുന്നു. ഇവരെ ഒന്നും എതിർക്കാൻ ഈ വിഭാഗത്തിന് സാധിക്കുന്നതേ ഇല്ല. അതായത് ഇവർക്ക് വേണ്ടത് വിവാഹിതയായ മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് കമിഴ്ന്നു കിടക്കാൻ പറഞ്ഞാൽ കമിഴ്ന്നു കിടക്കണം, മലർന്നു കിടക്കാൻ പറഞ്ഞാൽ മലർന്നു കിടക്കണം. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, EP അബൂബക്കർ കാസിമി പറയുന്നുണ്ട്, മലർത്തി കിടത്തിയോ ചരിച്ചു കിടത്തിയോ എങ്ങനെയാണോ പുരുഷൻ പറയുന്നത്. കാരണം പുരുഷനാണ് കർഷകൻ, മറ്റത് ഭൂമിയാണ്, ഭൂമിക്കൊന്നും പറയാനുള്ള റൈറ്റ്സ് ഇല്ല. അപ്പൊ കർഷകൻ എന്ത് തീരുമാനിക്കുന്നോ അതിനനുസരിച്ച് ചരിച്ചും മലർത്തിയും കമിഴ്ത്തിയും കിടക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പേരയന്ത്രമായിട്ടാണ് ഇസ്ലാം പെണ്ണിനെ കാണുന്നത്. സ്ത്രീ എന്നാണ് പറഞ്ഞത്. കേട്ടില്ല ഉല്ലാസ് ബാബു? ഹലോ, എനിക്ക് പറയാൻ സമയം തരണം. സ്ത്രീ വിത്ത് ആവശ്യം പോലെ വിതയ്ക്കാനുള്ള അവകാശം പുരുഷനുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെ, ഖുർആൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. നിസാഉക്കും ഹർസുലക്കും ഫാതു ഹർസക്കും അന്നാശീത്തും, 2ാം അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 223-ാമത്തെ വചനമാണത്. പുരുഷന്മാരെ, സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ്, നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾ അവരെ സമീപിച്ചുകൊള്ളൂ എന്നാ പറഞ്ഞ. അപ്പോ സ്ത്രീകൾ ഇനിയിപ്പോ പുരുഷൻ ഇല്ലാത്ത സാഹചര്യത്തിൽ എങ്ങാനും മലർന്നു കിടന്നാലോ പിശാച് കയറുമെന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ല, മതഗ്രന്ഥങ്ങൾ പറയുന്നതാ. സോഷ്യൽ മീഡിയകളിലൂടെ ഇന്ന് ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾക്ക് അറിവുണ്ട്, വിവരമുണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ച് അവർ സംസാരിച്ചു കൊണ്ടേയിരിക്കും, പ്രതിരോധിച്ചു കൊണ്ടേയിരിക്കും. ഹിജാബ് ധരിച്ച ഒരു മുസ്ലിം പെണ്ണ് ഈ സ്വതന്ത്ര ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാകുമെന്ന് അസദുദ്ദീൻ ഒവൈസി പറഞ്ഞത്. പക്ഷെ AP കാന്തപുരം എന്താ പറഞ്ഞത്? ഒരു സ്ത്രീ ഒരു നാടിന്റെ ഭരണാധികാരിയായി വന്നാൽ ആ നാട് മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞ പ്രവാചകന്റെ വചനമെടുത്താണ് ഉദ്ധരിച്ചത്. ഇന്ന് ഏതെങ്കിലും ഒരു സ്ത്രീയോ പുരുഷനോ ഒരു പെണ്ണോ പോട്ടെ, കാന്തപുരത്തിന്റെ വീട്ടിലുള്ള സ്ത്രീകളോ പെൺകുട്ടികളോ പോലും ഇത് അംഗീകരിക്കാൻ പറ്റുമോ? ഇനി പോട്ടെ, PM സലാമിന്റെ ഒക്കെ അംഗീകാരം ആർക്കാ വേണ്ടത്? ഈ പുരോഗമന സമൂഹത്തിൽ ആവശ്യമുണ്ടോ? ഇന്ന് കേരളത്തിലെ 4 സ്ത്രീകളാണ് ഇന്ന് ഈ രാജ്യത്തിന്റെ മഹനീയമായിട്ടുള്ള വാഗ്ദാനമായി മാറിയത്. ഇന്നത്തെ വാർത്തയാണത്. 4 പെൺകുട്ടികള് കേരള മുസ്ലിം സ്ത്രീകളുടെ മുന്നേറ്റം എന്ന ടൈറ്റിലോട് കൂടിയാണ് ആ വാർത്ത പ്രസിദ്ധീകരിക്കപ്പെട്ടത് തന്നെ. കേരളത്തിലെ മുസ്ലിം സ്ത്രീകളുടെ മുന്നേറ്റം ലോകത്തിന്റെ വേദിയിൽ അവതരിപ്പിക്കുകയാണ് 4 മലയാളി വനിതകള്.
എന്തുകൊണ്ടാണെന്നറിയാമോ? APയെ പോലെയും PMA സലാമിനെ പോലെയും ഇതുപോലെയുള്ള ലീഗാപ്പികളെയും ഒക്കെ ചുമരുകൾക്കപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവർ യുക്തിസഹമായി ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് അനുകൂലമായി അവർക്ക് ലഭിച്ച എല്ലാ സ്വാതന്ത്ര്യങ്ങളെയും യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് പോയത് കൊണ്ടാണ് അവർക്ക് അതൊക്കെ ഭരിക്കാൻ സാധിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുസ്ലിം വനിതാ ചിന്തകരെയും ഗവേഷകരെയും ഒക്കെ ഉൾപ്പെടുത്തി ഖത്തറിലാണ് മുജാദല അഥവാ തർക്കിക്കുന്ന പെണ്ണ് എന്ന പേരിലായിരുന്നു ഒരു സെന്റർ സംഘടിപ്പിച്ച ജദൽ ഉച്ചകോടിയിൽ 4 മലയാളി സ്ത്രീകൾ പങ്കെടുത്തത്. പോരാന്ന് ഇവര് പറയുമോ? ആ പെണ്ണിനോടൊപ്പം സഞ്ചരിച്ചത് ആരാണെന്ന് ഇവര് പോകുമോ? ആ പെണ്ണിനോടൊപ്പം ഡിജിറ്റൽ ക്യാമറയും എടുത്ത് നിങ്ങൾ പോകുമ്പോ ആ പെണ്ണൊരുത്തി എങ്ങോട്ടാ സഞ്ചരിക്കുന്നതെന്ന് അറിയാമോ? ഈ ലോകത്തിന്റെ പുരോഗതിക്ക് ഞാൻ എങ്ങനെ ഭാഗവാക്കാകാൻ പറ്റും? മാധ്യമപ്രവർത്തകരായി, ഗവേഷകരായി, കാലിക്കറ്റ് സർവകലാശാലയിലെ സോഷ്യോളജി അസിസ്റ്റന്റ് പ്രൊഫസർമാരായി, അങ്ങനെ വ്യത്യസ്ത നിലകളിലായി അവർ ഈ രാജ്യത്തിന്റെ അമരക്കാരിൽ, ശില്പികളിൽ, ചരിത്രങ്ങളിൽ ഇടം നേടുവാണ്. ഇവരെന്താണ് ഈ സാഹചര്യത്തിൽ പറയുന്നത്? പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾക്ക് ഉദ്ധാരണം ഉണ്ടാകും. ഇത്രയ്ക്ക് നിങ്ങൾക്ക് ലൈംഗിക വൈകൃതങ്ങളാണ് നിങ്ങളുടെ ഉള്ളിലുള്ളതെങ്കിൽ വീട്ടിലെ നിങ്ങളുടെ പെങ്ങളോ ഉമ്മയോ ഒക്കെ മുറ്റമടിച്ചുകൊണ്ടിരുന്നാല് നിങ്ങൾ നോക്കുമല്ലോ നൈറ്റ് കുറച്ച് താഴുന്നുണ്ടോ എന്ന്. നിങ്ങളെയൊക്കെ വിശ്വസിച്ച് എങ്ങനെയാണ് വീടുകളിൽ പെൺകുട്ടികൾക്ക് ജീവിക്കാൻ കഴിയുന്നത്? ഇപ്പൊ തൃശൂർ മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസ് നടക്കുക, കർട്ടൻ ഇട്ടിട്ട്. അപ്പൊ താലിബാന് വേണ്ടി നമ്മൾ അഫ്ഗാനിലേക്കൊന്നും പോകണ്ട. സമയമില്ല. ഹലോ, അത് ആദ്യമായിട്ട് നാർജിയുടെ ഒരു പ്രയോഗം ഞാൻ പറയാതെ കാര്യം പറഞ്ഞത്, ഇസ്ലാമിക രാഷ്ട്രം എന്നുള്ള പറഞ്ഞാൽ നൽകിയിട്ടില്ല. വർത്തമാന ആധുനിക ലോകത്ത് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ട് ലോകം ഇസ്ലാമിലേക്ക് വരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. ഇസ്ലാമിക രാഷ്ട്രം എന്ന പദം പോലും വീണ്ടും ആവർത്തിക്കുന്നു. ലോകത്തെ ജനങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ട് ഇസ്ലാമിൽ ശരിയാണ്. ഇപ്പൊ ഞാൻ ആവർത്തിക്കാനത് അത് തെറ്റേ ഞാൻ പറഞ്ഞത്. പക്ഷേ ഇസ്ലാമിക രാഷ്ട്രം എന്ന പദം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അത് ഇസ്ലാമിലില്ല തന്നെ. രണ്ടാമത്തെ കാര്യം, ഒരു കാര്യം പറയാൻ ചെയ്യേണ്ടത്, ടീച്ചറെ ലജ്ജയാണ് ഒരു സ്ത്രീയുടെ ആഭരണം എന്ന് പറയുന്നത്. ഈമാനിന്റെ ഭാഗമാണ് ലജ്ജ. നാണമാണ് സ്ത്രീയുടെ മുഖാഭരണം എന്ന് പറയുന്നത്. സ്ത്രീ വളരെ സെക്സലായിട്ട് അല്ലാതെ അറപ്പും വെറുപ്പും രൂപത്തിലുള്ള ടീച്ചറുടെ സംസാരത്തിൽ എനിക്ക് വല്ലാത്ത പ്രതിഷേധമുണ്ട്. അങ്ങനെ സംസാരിക്കാനായിരുന്നു. ഒരിക്കലും തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇസ്ലാമിൽ വിവർത്തിക്കുന്നത്. ഞാൻ ഖുർആനാ പറഞ്ഞത്. ഇസ്ലാം എന്ന് പറയുന്നത് ഡാർക്ക് ഏജ്, ഇരുട്ട് യുഗത്തിൽ നിന്നും സമത്വത്തിലേക്ക്, മാനവികതയിലേക്ക്, മനുഷ്യത്തിലേക്ക്, രാഷ്ട്രനിർമ്മിതിയിലേക്ക് കൊണ്ടുപോകുന്ന മതമാണ് ഇസ്ലാം. ആ മതത്തിൽ വിശ്വസിക്കുന്ന ഒരു മുസൽമാനും തെറ്റുപറ്റില്ല. നിങ്ങൾ ഖുർആൻ വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് പറയാൻ കഴിയില്ല. ഞാൻ വീണ്ടും പറയാണ്, ഞാൻ സമയം തരും. അതുകൊണ്ട് തന്നെ ആ ഇസ്ലാം ഉൾക്കൊള്ളുന്ന മുസ്ലിം ലീഗിന് ഈ ഇന്ത്യ രാജ്യത്തെ ഭരണഘടനയോട് കടപ്പാടുണ്ട്, ദേശത്തോട് കടപ്പാടുണ്ട്. ഞങ്ങൾ ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ആളുകളാണ് മുസ്ലിങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ വിഭജിച്ചവരുമാണ്. ഇന്ത്യ മഹാരാജ്യത്തെ വിഭജിച്ച പാർട്ടിയുമാണ് മുസ്ലിം ലീഗ്. നിങ്ങൾ പറയുന്ന വിധത്തിൽ ഇസ്ലാമിനെ ദുർവ്യാഖ്യാനിക്കാൻ കഴിയില്ല. നിങ്ങൾ ഏത് ഭരണഘടന, നിങ്ങൾ BJPയോ RSSോ കമ്മ്യൂണിസ്റ്റുകാരോ എഴുതുന്ന ലിഖിതങ്ങളിൽ അവരെഴുതുന്ന അഭിപ്രായങ്ങളോട് നിൽക്കാൻ ലീഗിന്റെ മുസ്ലിം സമുദായത്തിനോ കഴിയില്ല. ഇസ്ലാമിന്റെ അജണ്ടയുണ്ട്. ആ അജണ്ടയ്ക്കപ്പുറത്ത് സംസാരമില്ല, ഒരു വാക്ക് പറയാൻ കഴിയില്ല. അതുപോലെ തന്നെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ മതത്തെക്കുറിച്ച് പറയാറില്ല. ജനങ്ങളെ കുറിച്ചാണ് പറയുന്നത്, സമൂഹത്തെ കുറിച്ചാണ് പറയുന്നത്, മാനവികതയെ കുറിച്ചാണ് പറയുന്നത്, രാഷ്ട്രത്തിന്റെ പ്രഥമനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ ജനങ്ങൾ അംഗീകരിക്കുന്നത്. ഇക്കാര്യം തെരഞ്ഞെടുപ്പ് സന്ദേശം എന്താണ്? ഏത് ജനങ്ങളാണ് മുസ്ലിം ലീഗിനെ അംഗീകരിക്കുന്നത്? ലീഗ് ഇല്ലാതെ കേരളം ഭരിക്കാൻ പറ്റില്ല എന്നാ നിങ്ങൾ ഒരു കാലത്ത് പറഞ്ഞിരുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിം പെൺകുട്ടികൾ വിദ്യാഭ്യാസമുള്ള മലപ്പുറം ജില്ലയാണ്. മനസ്സിലാക്കണം, മലപ്പുറം ജില്ലയിൽ മതത്തെ വലിച്ചെറിഞ്ഞതുകൊണ്ടാണ് മലപ്പുറം മതപരമായി. സഹോദര, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. വാണിവേൽ ഒരു ചോദ്യം. വാണിവേൽ അൺമ്യൂട്ട് ചെയ്യൂ. പറയുന്നത് കേൾക്കുന്നില്ല. ആവേശമൊന്നും പുറത്തു വരുന്നില്ല, കേൾക്കുന്നില്ല.
ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ എത്ര കാലമായി പറയുന്നു ലീഗിനെ? ഞാൻ ചോദിക്കുന്നു, എവിടെയോ നിങ്ങൾ സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സാഹിബേ, നിങ്ങൾക്ക് തെറ്റിപ്പോയി സാഹിബേ. എവിടെയെങ്കിലും നടക്കുന്ന ഒരു സംഭവങ്ങളും അല്ലെന്നാ പറഞ്ഞത് സാഹിബേ. ലീഗ് ഇവിടെ നടപ്പിലാക്കിയ അജണ്ടകളും ഖുർആനും ഹദീസുമാണ് പറഞ്ഞത്. എവിടെയെങ്കിലും നടക്കുന്നത് നിങ്ങൾക്ക് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? ലാ തക്തുബൂഹുന്നൽ കിതാബത്ത, പെണ്ണിനെ അക്ഷരം പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞ മതമാണിത്. നിങ്ങൾ 1930കളിൽ പറഞ്ഞിരുന്നതും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകരുത് എന്നാ. ഒരിക്കലും ഉണ്ടായിട്ടില്ല. കേൾക്ക്, ഇത് മനസ്സിലാക്കേണ്ടതറിയോ? നിങ്ങള് സമൂഹത്തിന് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അഭിപ്രായങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ ലീഗ് എതിർക്കുന്നു. എന്റെ സാഹിബേ, ഖുർആൻ ഏതെങ്കിലും വ്യക്തി പറഞ്ഞതാണോ? ഞാൻ ഈ പറഞ്ഞതെല്ലാം ഖുർആൻ വചനങ്ങളാണ്. ഞാൻ ഖുർആനും ഹദീസുമാണ് പറഞ്ഞത്. അന്ധമായ മതത്തെ വിമർശിക്കുന്നു. എനിക്കൊരു മതത്തെ വിശ്വസിക്കാൻ കഴിയില്ല. ഞാൻ മുസൽമാനാണ്. എനിക്കൊരു മതത്തെ അന്ധമായി വിശ്വസിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഖുർആനെ വിശ്വസിക്കുന്നില്ല. മറ്റുള്ള മതത്തെ ബഹുമാനിക്കാനാണ്, മറ്റുള്ള മതത്തെ ബഹുമാനിക്കാൻ ആദരിക്കാനാണ്. ഇസ്ലാമായി വളർന്നിട്ട് ഇസ്ലാമിന്റെ ആനുകൂല്യങ്ങൾ പറ്റിയിട്ട് ഇസ്ലാമിനെ എതിർക്കുകയാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ടീച്ചർ മുസ്ലിം സമുദായത്തിന്റെ ആനുകൂല്യങ്ങൾ പറ്റിയിട്ട് എന്നിട്ടോ അതിന്റെ പേരിൽ ശമ്പളം പറ്റിയിട്ട് ജീവിച്ചിട്ട് ഇസ്ലാമിനെ എതിർക്കുന്നു, മുസ്ലിം ലീഗിനെ എതിർക്കുന്നു. സാഹിബേ, ഞാൻ പറയുന്ന വസ്തുതകൾ ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? മുസ്ലിം ലീഗിന്റെ മുമ്പ് പാസാക്കിയ അജണ്ടകളായിരുന്നോ ഞാൻ പറയുന്നത്? അതിനെയാണ് നിങ്ങൾ ക്രോസ് ചെയ്യേണ്ടത്. ഒരു നിമിഷം പറയാൻ സമ്മതിക്കും. നിങ്ങൾ മൂന്ന് റൺ അറ്റാക്കിയാണ്. നിങ്ങൾ മൂന്ന് റൺ ഞാൻ ഒരു സ്വന്തമായിട്ട് എനിക്ക് പറയാൻ സമയം തരണം. നിങ്ങൾ എന്തോ സംശയം ചോദിക്കാറുണ്ട്. ഞാൻ വരാം, താങ്കൾക്ക് സമയം തരും, ഞാൻ ഉറപ്പ് തരുന്നു. യെസ്, ആരിഫ് ഹുസൈൻ. എന്തായാലും ഇവിടെ ഒരു കാര്യം തീരുമാനമാണ്. അതായത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി, അതിന്റെ വ്യക്തമായിട്ട് ഇവിടെ വന്നിട്ട് സംസാരിക്കുന്ന ആള്, അതുപോലെ ഇന്നത്തെ രാവിലെ വേറൊരാള് ഇതേപോലെ കുറച്ച് കാര്യങ്ങൾ എഴുന്നള്ളിച്ചത്, ഇതെല്ലാം വെച്ചുകൊണ്ട് ഇവിടെ പറയപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് ഇതൊന്നും ഇസ്ലാമുമായിട്ട് ബന്ധമൊന്നുമില്ല, ഇതും മറ്റെന്തോ ജനങ്ങൾക്ക് വേണ്ടി എന്തോ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. നമ്മള് എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ഈ ജനങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? മുസ്ലിം ലീഗ് എന്നൊരു പേരിട്ടിട്ട് ഇവിടെ ഒരു പാർട്ടി നടത്തുമ്പോൾ അത് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ? ഇതാണ് ഒന്നാമത്തെ ഒരു കാര്യം വരുന്നത്. അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് മുസ്ലിം ലീഗ് എന്ന് പേരിടുന്നത്? അതിന് വേറെ ഏതെങ്കിലും ഒരു മതം അതിനകത്ത് പറയത്തിൽ പേരിട്ടാൽ മതിയായിരുന്നല്ലോ. അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, മുസ്ലിം ഐഡന്റിറ്റി അത് വെച്ചുകൊണ്ട് അതിനെ മുൻനിർത്തിയിട്ടുള്ള പൊളിറ്റിക്സ് തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യം. പക്ഷേ അതിനോടൊപ്പം നിങ്ങൾ ചില സമയങ്ങളിൽ മതത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് ഇതേപോലെ അറിഞ്ഞോ അറിയാതെയായിട്ടാണെങ്കിൽ പുറത്തേക്ക് വരുന്നു. ഇപ്പൊ നമ്മളിവിടെ കാണുന്നത് അതൊക്കെ തന്നെയാണ്. ഒരു കാര്യം ഞാൻ ഇവിടെ എടുത്ത് പറയുന്നത്, ഞാൻ ആ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാണ്. അത് കഴിഞ്ഞിട്ടൊക്കെ വാണിമല് പറഞ്ഞ് മണ്ടത്തരങ്ങളിലേക്കൊക്കെ വരാം. സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിച്ചത്, സ്ത്രീയും പുരുഷനും തുല്യമല്ല എന്ന് പറഞ്ഞ് അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചില ഉദാഹരണങ്ങൾ എടുത്തു. അതായത് ബസ്സിൽ സീറ്റ് വേറെയല്ലേ, ഒളിമ്പിക്സിൽ മത്സരം വേറെയല്ലേ, ടോയ്ലൊക്കെ ചോദിച്ചിട്ടാണ് അത് ടോയ്ലറ്റിന്റെ കാര്യമൊക്കെ പറയുന്നത്. ഞാനിതാ ഇവിടെ ഇരിക്കുന്നു, ഇസ്ലാമിന്റെ ആ ഒരു സമാധാനം വളരെയധികം അതിന്റെ ചൂരും ഒക്കെ മനസ്സിലാക്കി അതുകൊണ്ട് പുറകി മുട്ടുന്ന ഒരു രാജ്യത്താണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അതിന്റെ പിന്നിലും നിങ്ങൾക്ക് ചിത്രം കാണാമായിരിക്കും. ഇസ്രായേലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ ഹോസ്റ്റേജ് അവരെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഏതാണ്ട് ഒരു വർഷത്തിന് മേലെയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സമരങ്ങൾ ആ ഹോസ്റ്റേജ് സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇരുന്നിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്ന പോലെ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ശബ്ദമുണ്ടോ നിങ്ങൾ ക്ഷമിക്കാം. എന്റെ ചിത്രം പിന്നിൽ കാണുന്നത് ആ തട്ടിക്കൊണ്ടുപോയ ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ്. ഇതുപോലെ 100 കണക്കിന് ആളുകളുടെ ചിത്രമാണ് ഇവിടെ ഉള്ളത്. പറഞ്ഞു വന്നത് ഈ ഇസ്ലാമിന്റെ സമാധാനം, അത് ഇദ്ദേഹം പറയണ്ടായി ഭയങ്കര സമാധാനമാണ്. ആ സമാധാനം എന്താണെന്ന് അറിയാൻ ഇവരോട് നേരിട്ട് ചോദിച്ചാൽ മതി. അത് നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാവുന്നതായിരിക്കും. നിങ്ങൾക്ക് ആണല്ലോ ഹമാസൊക്കെ ആയിട്ട് വലിയ ബന്ധം, അത് നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം. എന്തായാലും പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ ഈ പറയുന്ന മതത്തിന്റെ നിയമങ്ങൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ പുറത്തേക്ക് വെക്കുന്നു. അതിവിടെ വെക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇതുപോലെയുള്ള ഉദാഹരണങ്ങൾ നിങ്ങൾ എടുത്തു വെച്ചിട്ട് ഇതെന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇവിടെ എന്തിനാണ് ബസ്സിൽ സ്ത്രീകൾക്ക് പ്രത്യേക സീറ്റ്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന്റെ ABCD അറിയില്ല എന്നുള്ളത് ഒരു വശത്ത്. 2, അങ്ങനെ അറിയാത്ത വ്യക്തികളാണ് ഇവിടെ രാഷ്ട്രീയത്തിലുള്ളത് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇതുപോലുള്ള ആളുകൾ എങ്ങാനും നമ്മളുടെയൊക്കെ ഈ രാഷ്ട്രീയത്തിലൂടെ ഉയർന്നു വന്ന വല്ല പ്രധാനമന്ത്രിയോ വല്ല മുഖ്യമന്ത്രിയോ ഒക്കെ ആയാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്നുള്ളൊരു ഗതികേട് എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ആലോചിച്ചു പോകാൻ. ഇത്രയ്ക്ക് വിവരമേ ഉള്ളോ നിങ്ങൾക്കൊക്കെ എന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത്. ഉള്ള കാര്യമാണ്. ഈ
ഈ പൊതുജനം എന്നുള്ള രീതിയിൽ, അതുപോലെ ഈ എന്താണ് യുവത എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് നിങ്ങളെക്കാൾ ഇക്കാര്യത്തിൽ ബോധ്യമുണ്ട്. ഇവിടെ എന്തിനാണ് അത്തരത്തിലുള്ള റിസർവേഷൻസ്? അതായത് ഒരു കാര്യം നമ്മളിവിടെ പറയുന്നത്, ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായിട്ട് സാമൂഹികമായിട്ട് പിന്തള്ളപ്പെട്ട് അവരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് മുൻപന്തിയിൽ നിൽക്കുന്ന മതങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ മതമായിട്ട് ഇന്നും നമുക്ക് എണ്ണാൻ പറ്റുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. കാരണം നമ്മൾ കണ്ടു, കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കണ്ടത്, ഒരുമിച്ച് എക്സസൈസ് പോലും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന അവസ്ഥ. പിന്നെ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു സാമൂഹികമായിട്ട് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? ഈ കേരളത്തിൽ തന്നെ മാളിയേക്കൽ മറിയുമ്മ എന്ന് പറയുന്ന ഒരു ഉമ്മയെ കുറിച്ച് നിങ്ങൾക്ക് അറിയും. അവര് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോ അന്ന് അവരെ തടഞ്ഞത് ഇവിടുത്തെ സംസ്ഥയാണ്. 1930കളിൽ നടന്നിട്ടുള്ള കാര്യമാണ്. അവര് ഇംഗ്ലീഷ് പഠിക്കണമെന്ന ഉദ്ദേശത്തിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ വഴിയിൽ മാറി നിന്ന് അവരുടെ വഴിയിലേക്ക് തുപ്പി അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന ആളുകൾ അവര് മുന്നിൽ വെച്ചത് എന്താ? ഇസ്ലാമിലെ നിയമമാണ്. എന്താണ് ആ നിയമം? സ്ത്രീകൾ വിദ്യ അഭ്യസിക്കുക എന്ന് പറയുന്നത് ഹറാമാണ്, അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരെ പിന്തിരിപ്പിക്കുന്നു. ഇതല്ലേ നമ്മളിവിടെ കണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ഇസ്ലാമിന്റെ നിയമങ്ങളിൽ ചിലത് തന്നെയാണ് ഇന്നിപ്പോ ഇവിടെ പുറത്തേക്ക് വെക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരു സ്ത്രീ, പുരുഷൻ ഇരിക്കേണ്ട സ്ത്രീ ആ സീറ്റിൽ ഇരിക്കാൻ വിചാരിച്ചാൽ അതിൽ തടയാൻ പറ്റില്ല എന്ന് മാത്രമല്ല, സീറ്റില്ല എന്നുള്ളതിന്റെ പേരിൽ അല്ലെങ്കിൽ പുരുഷന്മാരോടൊപ്പം ഇടപഴകാം എന്നുള്ള ആ ഒരു ഭയത്തിലോ അല്ലെങ്കിൽ അവർ കാലങ്ങളായിട്ട് അനുഭവിച്ചു വന്നിരുന്ന ആ ഒരു തിരസ്കരണത്തില് അതിന്റെ ഭാഗമായിക്കൊണ്ട് പുറത്തിറങ്ങിയാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള അവരുടെ ഒരു ഭയം, അതിനെ ഓവർകം ചെയ്യാനുള്ള അവർക്ക് ഒരു അഫർമേറ്റീവ് ആക്ഷൻ ആയിട്ടാണ് അവർക്ക് പ്രത്യേക ഇരിപ്പിടങ്ങൾ അവിടെ കൊടുക്കുന്നത്. അല്ലാതെ സ്ത്രീയും പുരുഷനും എന്തെങ്കിലും വ്യത്യാസപ്പെട്ടതുകൊണ്ടല്ല. അതിന്റെ പേരിൽ ആണ് എന്ന് നിങ്ങളെ തെറ്റിദ്ധാരണയാണ്. ഇപ്പം ഞാനിവിടെ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് മിക്ക സ്ഥലങ്ങളിലും ടോയ്ലറ്റുകൾ സ്ത്രീക്കും പുരുഷനും വൈകല്യമുള്ള ആളുകൾക്കും അല്ലാത്തവർക്കൊക്കെ ഒരുമിച്ച് ഉപയോഗിക്കാൻ തരത്തിലുള്ള ടോയ്ലറ്റുകളാണ് ഇവിടെ ഉള്ളത്. മനുഷ്യൻ മാറി, സമൂഹം മാറി, ഇന്ന് 6-ാം നൂറ്റാണ്ടിൽ അല്ല തങ്ങി നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ മാറുന്നതിനനുസരിച്ച് ടോയ്ലറ്റ് ഉപയോഗത്തിലായാലും എല്ലാത്തിനും വ്യത്യാസങ്ങൾ വരും. ഇത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ നിങ്ങളെ പോലുള്ള ആളുകൾ ഇന്നത്തെ പുതിയ തലമുറയുടെ അടുത്ത് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, വിവരം നിങ്ങൾക്ക് മാത്രമല്ല ബാക്കിയുള്ള ആളുകൾക്കും കിട്ടുന്ന കാലഘട്ടമാണ് എന്നുള്ള ഏറ്റവും മിനിമം കാര്യം നിങ്ങൾ ആലോചിക്കണം. അപ്പൊ ഈ ഉദാഹരണങ്ങൾ ഇനി എടുക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ അവസാന ഭാഗത്ത് ഒരു കാര്യം പറഞ്ഞു, അതായത് തുല്യത വേണ്ടത് അവരുടെ നീതി ലഭിക്കുന്ന കാര്യത്തിലാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞതായിട്ട് ഞാൻ കേൾക്കുന്നു. അത് അങ്ങനെ തന്നെയാ പറഞ്ഞെന്നാണ് ഞാൻ കേൾക്കുന്നത്. പക്ഷെ അതെന്തായാലും നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഞാൻ പറയാം. പറഞ്ഞതിൽ ആദ്യ ഭാഗം അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണയും ഈ വിഷയത്തെ കാണുന്നതിൽ അദ്ദേഹത്തിന്റെ ഷോർട്ട് സൈറ്റഡ്നെസ്സോ ആണ് എന്നുണ്ടെങ്കിൽ, രണ്ടാമത് പറഞ്ഞു വെച്ച കാര്യം തുല്യത അത് അവരുടെ അവകാശങ്ങളിൽ വേണമെന്ന് പറയുന്നത് അതൊരു വലിയ മാറ്റമായിട്ട് തന്നെ ആണ് ഞാൻ കാണുന്നത്. കാരണം മുൻകാലങ്ങളിൽ അങ്ങനെയല്ല പറയുന്നത്. പക്ഷെ മുസ്ലിം ലീഗിന്റെ മാത്രമല്ലേ എടുത്തു നോക്കും, താരിഖ് ഹുസൈൻ പറച്ചില് മാത്രമല്ലേ തുല്യ നീതി ഉറപ്പാക്കുക, അതാണ് വെറും പറച്ചിലല്ലേ? അതാ ഞാൻ പറഞ്ഞത്. അതായത് അങ്ങനെ നിങ്ങൾക്കൊരു വാദം ഉണ്ടെങ്കിൽ അത് ആദ്യം നിങ്ങൾ ചെയ്ത് കാണിക്കേണ്ടത് മുസ്ലിം ലീഗിന്റെ പാർട്ടി സംവിധാനത്തിനകത്താണ്. എനിക്ക് തോന്നുന്നു ആ വിഷയം നിങ്ങൾ ബോധിപ്പിക്കേണ്ടത് ഫാത്തിമ തഹ്ലിയെ പോലെയൊക്കെയുള്ള ചില നേതാക്കളുണ്ടല്ലോ നിങ്ങളുടെ ഇടയിൽ. അവരെന്തിനായിരുന്നു ഒരു ഘട്ടത്തിൽ അവരെ നേതാവായിരുന്ന സ്ഥാനത്ത് നിന്ന് മാറ്റി ചില തിരിച്ചുവിടലൊക്കെ നടത്തി നിങ്ങളുടെ കാര്യമൊക്കെ നമ്മൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവരെ ഒരു മൂലയിലേക്ക് തള്ളിവിട്ടത് ഉണ്ടായിരുന്നു. അപ്പോ രാഷ്ട്രീയം പറയേണ്ട സമയങ്ങളിൽ, രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട സമയങ്ങളിൽ അത് നമ്മൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ആങ്ങള ചമഞ്ഞ പരിപാടി അത് ഇവിടെ നമ്മൾ കണ്ടതല്ലേ. അപ്പൊ നിങ്ങൾ ആദ്യം ഈ തുല്യ നീതി ഉറപ്പാക്കുമെന്ന് പറയുന്നത് ആദ്യം മുസ്ലിം ലീഗിന്റെ കൂടാരത്തിലെങ്കിലും ഒന്ന് നടത്തി കാണിക്കണം. അതാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. അത് ഇപ്പോ നൂർബിന റഷീദിനെ പോലെയുള്ള ആളുകൾ സ്ഥാനാർത്ഥി നിർണയം വരുന്ന സമയത്ത് അവരൊക്കെ പറ്റിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. സ്ത്രീകൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല, അവരെ സമ്മതിക്കുന്നില്ല എന്നുള്ള രീതിയിൽ അവർ പച്ചയ്ക്ക് പ്രസ്താവന നടത്തിയതല്ലേ. പൗരത്വ ഭേദഗതി പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ടത് എന്താണ്? നിങ്ങൾ അധികം വന്ന് പ്രക്ഷോഭമൊന്നും നടത്തേണ്ട, അത് നമ്മൾ നോക്കിക്കോളാം, ഇവിടെ മൊല്ലാക്കന്മാരുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾ പിന്തിരിപ്പിച്ച ആളുകൾ ഇവിടെ ഇല്ലേ നമ്മളുടെ. അങ്ങനെ ഓരോരോ വിഷയങ്ങൾ നമുക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ കാണാൻ കഴിയും. അപ്പൊ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ കപടമുഖം അത് സമൂഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഉയർത്തി വെക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക നിയമങ്ങൾ തന്നെയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കേരള താലിബാൻ തന്നെയാണ്. നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്ത കേരള താലിബാൻ, പക്ഷെ ആ വെള്ളം ഇപ്പൊ കുറേശ്ശെ വറ്റി നല്ല എന്താ പറയാ മുറുകി വരുന്ന, അത് കോൺസെൻട്രേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പല നിലപാടുകളും. നിങ്ങളെ സൂക്ഷിക്കണം. മുസ്ലിം ലീഗിനെ ഇവിടെ വളരാൻ അനുവദിക്കരുത്. കാരണം അവരും ലക്ഷ്യം വെക്കുന്നത്, താലിബാനും ലക്ഷ്യം വെക്കുന്നത് ഒരേ സാധനമാണ്. ലോകം ഇസ്ലാമിലേക്ക് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്? ലോകം അതൊരു അപകടമാണെന്ന് തന്നെയാണ് നിങ്ങൾ പറയുന്നത്. ലോകം ഇസ്ലാമിലേക്ക് അടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അടുത്ത സ്ഥലങ്ങളെല്ലാം തന്നെ അത് ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നത് ഷിറ്റ് ഹോൾസ് ആയാണ് മാറിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ പൊട്ടക്കുഴിയെന്നോ മറ്റെന്തെങ്കിലും വാക്ക് വേണമെങ്കിലോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ. മനുഷ്യന്
ശ്വാസം വിടാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥലങ്ങളാണ് ഇസ്ലാം ആയി മാറിയിട്ടുള്ള സ്ഥലങ്ങൾ. ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, യമൻ ഉണ്ട്, സുഡാൻ ഉണ്ട്, സിറിയ ഉണ്ട്, ഇനിയും വേണമെങ്കിൽ പറഞ്ഞാൽ അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം. അപ്പൊ അതുകൊണ്ട് ലോകം ഇസ്ലാമിലേക്ക് അടുക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ പറയുമ്പോൾ അതിന് മറുപടി വരുമ്പോൾ ആ സംഘി എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. അതിനുള്ള മറുപടി ഉണ്ടാവും. ലോകം ഇസ്ലാമിലേക്ക് വന്നാൽ ഇന്ത്യ ഇസ്ലാം പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞ കാര്യം ഇവിടെ നടന്നാൽ പ്രശ്നം തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതിന് മറുപടി വരുമ്പോൾ സംഘി എന്ന് പറഞ്ഞ നിലവിളിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ഓക്കെ, വാണിമേൽ താങ്കൾ ഈ വികാര വിശുദ്ധനായിട്ട് സംസാരിക്കാതെ ഒരു മിനിറ്റ് ഒന്ന് ഞാൻ പറയാം. കാരണം താങ്കൾ ഈ പിന്നെ ആവശ്യം കാണിക്കുന്നതുകൊണ്ട് പലതും കൃത്യമായിട്ട് കേൾക്കാൻ പറ്റത്തില്ല. ഞാനൊന്ന് താങ്കളുടെ പ്രേക്ഷകർ ഉണ്ടല്ലോ മുസ്ലിം ലീഗിന്റെ. അല്ല, ഒരു മിനിറ്റ് ഞാൻ ഇത് ഒരു ചെറിയ ഇടവേളയിൽ തുടർന്ന് വരാം. താങ്കളിലേക്ക് തന്നെ വരാം പ്ലീസ്. ആരിഫ് എപ്പോഴും ഇസ്രായേലിൽ പോയത്? നമസ്കാരം. എപ്പോഴും ഇസ്രായേലിൽ പോയത്? തിരിച്ചു വരാൻ ഇനി 10 ദിവസം ഉണ്ട്, ഒരാഴ്ച കൂടി ഉണ്ട്. നെതന്യാഹുവിനോട് അന്വേഷണം പറഞ്ഞേക്കണേ. പറയാം. വാണിമേൽ എവിടെയാ? നാട്ടില് മലപ്പുറത്താണോ? വാണിമേലോ? തന്നെ, കോഴിക്കോട് ജില്ല. യെസ്, വാണിമേൽ ഒരു 5 മിനിറ്റിനുള്ളിൽ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ഒരു ഭാഗത്ത് ഞാൻ സ്വന്തമായിട്ട് എനിക്ക് വികാരങ്ങളൊന്നും കേട്ടോളൂ. ആദ്യമായിട്ട് ഇസ്ലാമിക രാഷ്ട്രം ഒരു രാജ്യം ഇന്ന് ലോകം ഇസ്ലാമിക രാഷ്ട്രമായിട്ടില്ല. ഇസ്ലാമിക രാഷ്ട്രമാവാൻ ഇസ്ലാം ഉദ്ദേശിക്കുന്നുമില്ല, ഖുർആൻ ഹദീസിൽ കാണിക്കാൻ കഴിയില്ല. ഇസ്ലാമിക രാഷ്ട്രം എന്ന പദം പോലും ഇസ്ലാം ഇഷ്ടപ്പെടുന്നില്ല. രണ്ടാമത്തത്, മുസ്ലിം ലീഗ് പേര് കൊണ്ട് മറ്റുള്ള മതങ്ങൾ അംഗീകരിക്കുന്ന ചോദിച്ച എന്റെ മുമ്പ് സംസാരിച്ച സാഹിബ് കേട്ടോളൂ. മുസ്ലിം ലീഗ് ഇവിടെ രക്ഷപ്പെടുന്നത്, മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത് മറ്റ് മതങ്ങളുടെ സപ്പോർട്ടോടു കൂടിയാണ്. വിവിധ മതാനുയായികൾ എല്ലാ മതങ്ങളും ലീഗിൽ അംഗീകരിക്കുന്നുണ്ട്. ലീഗ് വിജയിച്ചു വരുന്നത് ലീഗിന്റെ അജണ്ട അതാണ്. പേരിൽ മുസ്ലിം എന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഹിന്ദു എന്നൊരു പത്രമുണ്ട്, അത് ഹിന്ദുക്കളതാണോ? അല്ലല്ലോ. പേര് കൊണ്ടിരിക്കുന്നു ചന്ദ്രിയ എന്നൊരു സോപ്പുണ്ട്, അത് ലീഗിന്റെതാണോ? അല്ലല്ലോ. പേരില്ല പ്രശ്നം. ലീഗ് മുസ്ലിം എന്ന പദം ലോകത്തെവിടെയും അക്രമം സൃഷ്ടിച്ചിട്ടില്ല. മുസ്ലിം എന്ന പദവും ഇസ്ലാമും ലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് സമാധാനമാണ്, മനുഷ്യത്വമാണ്, മാനവികതയാണ്, രാഷ്ട്രനിർമ്മിതിയാണ്. അതേ അവസരം സമ്മതിക്കുന്നു, താലിബാനെ പോലുള്ള ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത, IS അംഗീകരിക്കാൻ കഴിയാത്ത ലോകത്തിന്റെ ശത്രുക്കൾ, മനുഷ്യന്റെ ശത്രുക്കൾ അവര് ആക്രമണം അയച്ചുവിടുന്നുണ്ട്. അത് ഏറ്റവും എതിർക്കുന്ന പാർട്ടി മുസ്ലിം ലീഗും മുസ്ലിം ലീഗിന്റെ പത്രമായ ചന്ദ്രിയും. മറ്റൊരു കാര്യം ഇവിടെ പറയുകയുണ്ടായി, ഇവിടെ അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതായത് ലോകം ഇസ്ലാമിലേക്ക് മടങ്ങുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ കേട്ടോളൂ. നമ്മുടെ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ആദ്യ പ്രസിഡന്റ് ആയപ്പോ അദ്ദേഹം ഇസ്ലാമിനെ വളരെ മോശമാക്കി പറഞ്ഞു. അദ്ദേഹം സൗദി പോയപ്പോ അത് 5 മിനിറ്റ് ഒരു കാസറ്റ് കണ്ടു, വീഡിയോ കണ്ടു ഇസ്ലാമിനെ കുറിച്ച്. അദ്ദേഹം പറഞ്ഞു, ഓ ഇതാണ് ഇസ്ലാം. ഞാൻ കരുതിയത് കൊള്ളക്കാര മതമാണ് ഇസ്ലാം എന്നാണ്. ഞാൻ ഇസ്ലാം ഇഷ്ടപ്പെടുന്നു അദ്ദേഹം പറഞ്ഞു. വിമൻ ഇൻ മൈ വ്യൂ എന്നൊരു പുസ്തകത്തിൽ ഹിലാരി ക്ലിന്റൺ എഴുതുന്നുണ്ടെന്ന് അറിയുന്നത്. ലോകത്ത് കേരളം 6ാം നൂറ്റാണ്ടിലേക്ക് പോകുന്നത്. ഒന്ന് പറയട്ടെ, ഹിലാരിക്ക് ഒരു പുസ്തകമുണ്ട്, എന്താണോ വിമൻ ഇൻ മൈ വ്യൂ എന്നാണ് പുസ്തകത്തിന്റെ പേര്. അവർ എഴുതുന്നത്, ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ കച്ചവട ചരക്കാതെ മതമാണ് ഇസ്ലാം. സ്ത്രീകളുടെ വേഷധാരണകളാണ്, സ്ത്രീകളുടെ സെക്സി ലുക്കുകളാണ് ലോകത്ത് സമാധാനം തകർത്തതെന്ന് ഹിലാരിക്ക് എഴുതുകയാണ്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇസ്ലാം നേരത്തെ പറഞ്ഞു, ലോകത്ത് നേരത്തെ പറഞ്ഞു എങ്ങനെ സ്ത്രീ എങ്ങനെ വസ്ത്രം ധരിക്കണം. ഇതൊക്കെ പറയുമ്പോഴെങ്കിൽ മനുഷ്യരെ അന്ധമായി തെറ്റിദ്ധരിക്കണം. നിങ്ങൾ എത്ര തന്നെ ഞങ്ങളെ പുരോഗമന വിരുദ്ധരാക്കിയാലും ശരി, ഇസ്ലാമിന്റെ തത്വം ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ആ മതം, ഇസ്ലാം എന്ന് പറയുന്ന മതം മനുഷ്യനായി കാണുന്ന മതമാണ്. ഒരിക്കലും തന്നെ വാളുകൾ സർഗാത്മക രാഷ്ട്രീയം, ഞങ്ങളുടെ രാഷ്ട്രീയം സർഗാത്മക രാഷ്ട്രീയമാണ്. സംവാദം, ലേഖനം, കവിത, കാർട്ടൂൺ, ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ മുസ്ലിം എന്ന പേര് വെച്ചുകൊണ്ട് നിങ്ങൾ മുസ്ലിം ലീഗ് നിങ്ങൾ വർഗീയവൽക്കരിക്കുകയാണ്. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവിടുത്തെ കോടതി ആവട്ടെ, ജുഡീഷ്യറി ആവട്ടെ, ഏത് സഭയാവട്ടെ, മുസ്ലിം ലീഗിനെ വർഗീയതയുടെ പേരിലോ തീവ്രവാദത്തിന്റെ പേരിലോ പ്രതികൂട്ട് കിട്ടാൻ കഴിയില്ല. ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു സാഹിബെ. ഞാൻ തയ്യാറാണ്, ഞാൻ സമർത്ഥിച്ചു തരാം. എന്നെ പറയാൻ സമ്മതിക്കൂ. ഇതാ ഞാൻ വികാരം കൊള്ളുന്നത്. നിങ്ങൾ മനസ്സിലാക്കണതറിയോ? മുസ്ലിം ലീഗ് വർഗീയത എതിർത്തിന്റെ പേരിൽ, തീവ്രവാദ എതിർത്തിന്റെ പേരിൽ ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടമുണ്ടായിട്ടുണ്ട്. പറഞ്ഞൊരുപാട് നേട്ടവും ഉണ്ടാക്കിയിട്ടുണ്ട്. വർഗീയത പറഞ്ഞൊരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഒരു മിനിറ്റ്, മുസ്ലിം ലീഗിന് നിങ്ങൾ ആരുടെ സർട്ടിഫിക്കറ്റ് വേണം? എന്തുകൊണ്ടറിയോ? ലീഗ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പഴക്കമുള്ള പാർട്ടിയാണ്. മുസ്ലിം ലീഗിന്റെ സർട്ടിഫിക്കറ്റ് കേരളത്തിലെ സ്ത്രീകൾക്കും ആവശ്യമില്ല
സാഹിബേ? കേരളത്തിലെ മുഴുവൻ മതാനികളുടെ സർട്ടിഫിക്കറ്റാണ്. കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ്. അതുകൊണ്ട് ഒരു കാര്യം ഒന്നുകൂടെ ആവർത്തിക്കാൻ ഞാൻ മുസ്ലിം ലീഗിനെ നിങ്ങൾ വർഗീയ നിരപ്പിൽ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ തെറ്റുപറ്റിയിരിക്കുമെന്ന് ഞാൻ ചോദിക്കുകയാണ്. ഒരു നിമിഷമെങ്കിലും നിങ്ങൾക്ക് ലീഗിനെ പറ്റി പറയാൻ കഴിയില്ല. അതേ അവസരം നിങ്ങൾക്ക് നിങ്ങളുടെ അജണ്ടയുണ്ട്, നിങ്ങൾക്ക് അജണ്ടയില്ല. ഞങ്ങളുടെ അജണ്ട ഇക്കാര്യം തെരഞ്ഞെടുപ്പിലേക്ക് ലോക്സഭ തെരഞ്ഞെടുപ്പ് സന്ദേശം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് മാത്രം സമുദായം ജയിക്കില്ലല്ലോ. കേരളത്തിലെ എല്ലാ മതങ്ങളും എല്ലാ ജാതികളും എല്ലാ മനുഷ്യരും വോട്ട് ചെയ്തതുകൊണ്ട് ലീഗ് ഈ രാജ്യത്തിന് ആവശ്യമാണ്. അവർ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ലീഗ് ഇല്ലാതെ ഇവിടെ കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സാഹിബേ. ഇപ്പൊ പിണറായി ഒക്കെ ലീഗ് ഇല്ലാതെയാ ജയിച്ചു കയറി നിൽക്കുന്നത്. മനസ്സിലായില്ല. കാഫിറുകളുമായി തൊട്ടുകൂടുന്നതൊന്നും ഞങ്ങൾക്ക് പറ്റില്ല എന്ന് 1906 ലീഗ് പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട് സാഹിബേ. മുസ്ലിം എന്ന പേര് വെച്ചുകൊണ്ട് വേട്ടയാടണ്ട. ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം എന്ന പേര് വെച്ചുകൊണ്ട് വേട്ടയാടണ്ട. ആ പേര് വെച്ചിട്ട് നിങ്ങൾ മതേതരം എന്ന് പറയുന്നത് കൊണ്ടാണ് ഇത് വർഗീയ പാർട്ടിയാണെന്ന് പറയേണ്ടി വരുന്നത്. സാഹിബേ അല്ല, നിങ്ങളെ വുമൺ ഇൻ വ്യൂ ഒക്കെ വായിച്ചോണ്ടിരിക്കുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങൾ ആ ഖുർആൻ ഒന്ന് വായിച്ചിരുന്നെങ്കിൽ നിങ്ങൾ പറയുമായിരുന്നു. ട്രംപ് അല്ല സാഹിബേ പറയേണ്ടത് ഇസ്ലാം മെച്ചപ്പെട്ടതാണെന്ന്. ട്രംപോ ഏതെങ്കിലും ഒരു സ്ത്രീയോ ഹിലരിയോ അല്ല പറയേണ്ടത്. ഇസ്ലാം മെച്ചപ്പെട്ടതാണ് എന്ന് പറയേണ്ടത് ഖുർആനും ഹദീസുമാണ്. ടീച്ചർ പറയുന്നു എനിക്ക് ഖുർആനിൽ വിശ്വാസമില്ല. അത് ഞാൻ പറയുന്നു, നിങ്ങൾ ഖുർആനിൽ വിശ്വാസം കൊണ്ടുവരൂ. ഞാൻ സമ്മതിക്കാം സാഹിബേ. ഇല്ല സാഹിബേ, നിങ്ങൾ ഇസ്ലാമിനെ വിശ്വസിക്കുന്നു, നിങ്ങൾ ഖുർആൻ വിശ്വസിക്കുന്നു. ആ ഖുർആനിനകത്തുള്ള ജനാധിപത്യ വിരുദ്ധതകളും മാനവിക വിരുദ്ധതകളും സ്ത്രീ വിരുദ്ധതകളും ഞാൻ തെളിയിക്കാം. ഞാനുമായിട്ട് നിങ്ങളുണ്ടോ ഒരു ഡിബേറ്റിന്? ഞാൻ തയ്യാറാ. ഷേക്സ്പിയറോ ട്രംപോ ഹിലാരിയോ അല്ല സാഹിബേ. സാഹിബേ, ഈ ലോകം മുഴുവനും ഇസ്ലാമിലേക്ക് വന്നാലും ശരി, ഇസ്ലാം ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. മുഹമ്മദിന്റെ മതം മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മതമാണ്. ക്യാൻവാസ് എഴുതിയിട്ടില്ലേ? ഷേക്സ്പിയർ, വില്യം മോർ, മഹാത്മാഗാന്ധി ഇവരെല്ലാം പറയുന്നത് ഖുർആനിൽ എന്താണ് സാഹിബേ പറഞ്ഞിരിക്കുന്നത്? ഖുർആൻ കേവലം ഒരു ഗ്രന്ഥം മാത്രമല്ല. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യനെ അന്ധകാരത്തിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, അക്രമങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന മതമാത്രത്തിലെ ഗ്രന്ഥമാണ് ഖുർആൻ. ആ മോചിപ്പിച്ച ഒരു സംഭവം ഒന്ന് പറയാമോ? അന്ധകാരത്തിൽ നിന്ന് മോചിപ്പിച്ച ഒരു സംഭവം ഒന്ന് പറയാമോ? മുഹമ്മദിൻ മക്കയിലേക്ക് വരുന്ന സമയത്തെ പിതാവിന്റെ സമ്പത്ത് മുഴുവനും വെച്ച് അനുഭവിച്ചിരുന്നു ഖദീജ എന്ന മകൾ. ആ ഖദീജയെ അപ്പിക്കുപ്പായത്തിനകത്ത് അടച്ചിട്ട് പേറിയന്ത്രമാക്കി മാറ്റിയ ആ മുഹമ്മദ് നബിയുടെ ഇലം നുലുമാത്തി മിനൻ നൂറെന്നൊന്നും പറഞ്ഞു കളയല്ലേ. ജനങ്ങൾക്ക് മനസ്സിലാകും കാര്യം ഇന്ന്. അല്ല, ഇവിടെ ഇദ്ദേഹം പറഞ്ഞു സ്ത്രീകളെ കച്ചവട ചരക്കാക്കുന്നതിലും അതല്ലെങ്കിൽ അവരുടെ ഞാൻ റെഡിയാണ് സാഹിബേ, ഞാൻ റെഡിയാണ്. തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കാം. വിളിച്ചു കഴിഞ്ഞാൽ രണ്ട് ചോദ്യമാണ് എനിക്ക് വാണി എന്നോട് ചോദിക്കാനുള്ളത്. ഒന്നാമത്തെ ചോദ്യം മറുപടി പറഞ്ഞു സ്ത്രീകളെ അങ്ങനെ അവരുടെ എന്നാലും ഞാൻ ചോദിച്ചു വെക്കാണ്. അദ്ദേഹം ഇനിയിപ്പോ വീട്ടിൽ പോയി ആലോചിച്ച റെഫറൻസ് പറഞ്ഞു. രണ്ട് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം പറഞ്ഞു സ്ത്രീകളെ സെക്ഷുവലൈസ് ചെയ്യുന്ന, അദ്ദേഹം പറഞ്ഞതിന്റെ രത്നചുരുക്കാണ് ഞാൻ പറയുന്നത്, സെക്ഷുവലൈസ് ചെയ്യുന്നില്ല ഇസ്ലാം, അതിനെതിരാണ് ഇസ്ലാം എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെച്ചത്. എന്റെ ചോദ്യം, ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്നത് പ്രകാരം സ്വർഗത്തിൽ അവിടെ കൊടുക്കുന്ന ഹൂറികളും അവരുടെ ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് ബീപ്പിടണമെങ്കിൽ ബീപ്പിട്ടോളൂ, സൗകര്യം പോലെ. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, സ്വർഗത്തിൽ കൊടുക്കപ്പെടും എന്ന് പറയുന്ന 72 ഹൂറിമാരുള്ളതിൽ അവരുടെ സ്ഥാനങ്ങൾ എങ്ങനെ ഇരിക്കുമെന്നാണ് ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്നൊന്ന് പറഞ്ഞു തരാമോ? ഒന്നാമത്തെ ചോദ്യം അതാണ്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇവിടെ അദ്ദേഹം പറഞ്ഞു
ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഇവിടെ ഇസ്ലാമിക എന്താണ് ഇതുപോലുള്ള സംഭവമൊക്കെ വെക്കുന്ന പേരിലൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇവിടെ അമുസ്ലിം ആയിട്ടുള്ള ഒരാൾ എന്ന് വെച്ചാൽ മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് ഇവിടെ മുസ്ലിം ലീഗിന്റെ ഒരു പ്രാഥമിക അംഗത്വം എടുത്തുകൊണ്ട് അതിലൂടെ ഉയർന്നു വന്ന് അതിന്റെ നാഷണൽ പ്രസിഡന്റോ സെക്രട്ടറിയോ ഒക്കെ ആയി മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു പ്രധാനമന്ത്രിയാകാനുള്ള വഴി മുസ്ലിം ലീഗിലുണ്ടോ ഇല്ലേ? ഇതാണ് എനിക്ക് അറിയേണ്ടത്. 2 ചോദ്യങ്ങൾ അതാണ്. നിങ്ങൾക്ക് സൗകര്യമുള്ള പോലെ ഒന്ന് പറഞ്ഞോളൂ. ഓക്കെ, അത് മനസ്സിൽ കുറിച്ച് ഇല്ല, ഇപ്പൊ വേണ്ട താങ്കളുടെ സമയം കഴിഞ്ഞു. ഉല്ലാസ് ബാബു സാഹിത്യത്തിന്റെ പ്രബോധനങ്ങളെ കുറിച്ച് ഒരു 2 വാക്ക് പെട്ടെന്ന് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. പറയാം ഒരു നിമിഷം. മുസ്ലിം ലീഗിന്റെ ഉല്ലാസ് ബാബു പ്ലീസ്. ഒന്നും വ്യക്തമല്ല. ഒരു നിമിഷം ഒന്നും ക്ലിയർ അല്ല, ക്ലാരിറ്റി ഇല്ല. പ്ലീസ് വാണിമേൽ പ്ലീസ്. ഉല്ലാസ് ബാബു. ശ്രീ വാണിമൽ സഹോദര, ഞാൻ അങ്ങയോട് താഴ്മയായി ചോദിച്ചോട്ടെ. മുസ്ലിം വനിതകൾക്ക് 2 പെൺകുട്ടികളുള്ള കുടുംബത്തെ വനിതകൾക്ക് സ്വത്തവകാശം ഒരുപോലെ വേണമെന്നുള്ള തീരുമാനം ശരിയാണോ? നിങ്ങൾ അതിനെ അംഗീകരിക്കുന്നുണ്ടോ? ഞങ്ങൾ അതിനെ അംഗീകരിക്കും. നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അതോ അവർക്ക് നിങ്ങളുടെ മത തീരുമാനം മതി എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ മുസ്ലിം വനിതകൾക്ക് നേരെ കാണിക്കുന്ന, നിങ്ങൾക്ക് മുസ്ലിം വനിതകൾക്ക് എവിടെയെങ്കിലും ഒരു വസ്ത്രാവകാശമുണ്ടോ? അവർക്ക് കൃത്യമായി അവർക്ക് ആഗ്രഹിക്കുന്ന വസ്ത്രമിടാനുള്ള അവകാശമുണ്ടോ? നിങ്ങൾ അതിനെ അംഗീകരിക്കുന്നുണ്ടോ? ഒരു പാവപ്പെട്ട പെൺകിടാവിനെ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ടതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ ഇലക്ഷൻ വരുന്ന സമയത്ത് സ്ത്രീയുടെ മുഖം ഫ്ലക്സിൽ വെക്കാൻ ഭയന്ന് ഭർത്താവിന്റെ മുഖം വെക്കുന്നതിനെ നിങ്ങൾ ജനാധിപത്യ പ്രക്രിയയിൽ, നിങ്ങൾ പുരോഗമന സമാജത്തിന്റെ യാത്രയിൽ അതാണ് ശരിയെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞിട്ടുള്ള, നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ കടുത്താവെള്ളം കുടിപ്പിക്കണം നിങ്ങളുടെ ആൾക്കാരെ. ഇപ്പൊ ദേ പറഞ്ഞത് എന്താണ്? മറവെക്കണം പെണ്ണുങ്ങളും ആണുങ്ങളും തമ്മിലെന്ന്. അതിന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? മറവെക്കണോ? അവർക്ക് കാണുന്ന സമയത്ത് എന്തോ ഒരു ഇത് തോന്നുന്നു എന്ന് പറയപ്പെടുന്നത്, അങ്ങനെ ഇത് തോന്നുന്നത് നിങ്ങളുടെ മുസ്ലിം ലീഗിന്റെ ആളുകൾക്കായിരിക്കും. മറ്റുള്ള ആളുകളെ കുറിച്ച് നിങ്ങൾ അതിനെ കെട്ടിവെക്കണ്ട. മറവെച്ചുകൊണ്ട് ആണും പുരുഷനും സ്ത്രീയും നടക്കണം എന്ന് പറയുന്നതിനെ നിങ്ങൾ കൃത്യമായി യോജിക്കുന്നുണ്ടോ? എന്താ കാരണം എന്നറിയാമോ? എന്താ അതിന്റെ കാരണം എന്നറിയാമോ? വാണിമൽ സഹോദര, എനിക്ക് നിങ്ങളെ സഹോദരൻ എന്ന് വിളിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എന്നെ ഹിന്ദു എന്നേ വിളിക്കാൻ പറ്റുള്ളൂ. അതാണ് ഞാനും താങ്കളും ഈ സമൂഹവും തമ്മിലുള്ള വ്യത്യാസം. മുസ്ലിം ലീഗ് എന്ന പേരും പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ടുള്ള മുസ്ലിം വിഭാഗത്തിന്റെ അന്ധമായ വിശ്വാസങ്ങളെ, തട്ടിപ്പ് വിശ്വാസങ്ങളെ അവനവന്റെ ഇഷ്ടാനുസരണം കൊണ്ട് നടന്ന് അവനവന്റെ ഉപഭോഗ വസ്തുവായിട്ട് സ്ത്രീകളെ ഉപയോഗിക്കുകയും നിങ്ങൾക്ക് തോന്നുമ്പോ കെട്ടാനും തോന്നുമ്പോ മൊഴി ചെല്ലാനും തോന്നുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്യാനുമുള്ള ഒരു ഉപകരണമായിട്ട് നിങ്ങൾ സ്ത്രീകളെ കാണുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ഇനി സമൂഹത്തിൽ വിളിച്ചു പറഞ്ഞാൽ അവരെ സമൂഹത്തിന്റെ നടുക്കിലിട്ട് കെട്ടിയിട്ട് അടിക്കണമെന്നാണ് ഞാൻ പറയാൻ. കാരണം നിങ്ങൾക്ക് തൊള്ളെ തോന്നി വിളിച്ചു പറയാനുള്ളതല്ല കേരളം എന്ന് പറയപ്പെടുന്നത്. സ്ത്രീകൾ എന്ന് പറയപ്പെടുന്നത് നിങ്ങളുടെ വേഷം കെട്ട് തീർക്കാനും നിങ്ങളുടെ കാമം തീർക്കാനുള്ള മാർഗവുമല്ലെന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളുക. ഈ നാടിനകത്ത് കൃത്യമായിട്ടൊരു നിയമമുണ്ട്, നാടിനകത്ത് കൃത്യമായ ഒരു സാമൂഹിക ശൈലിയുണ്ട്. അവിടെയാണ് ഞങ്ങൾ കൃത്യമായി ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞത്, യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയപ്പെടുന്ന വലിയൊരു സംവിധാനം വരേണ്ടതിന്റെ അത്യാവശ്യമെന്ന് പറയപ്പെടുന്നത്. ഇതേപോലെയുള്ള ആളുകളുടെ പച്ച നാടൻ ഭാഷയിൽ തെമ്മാടിത്തരങ്ങൾ നിൽക്കണമെങ്കിൽ, ഇവരുടെയൊക്കെ വർഗീയ അന്ധത നിൽക്കണമെങ്കിൽ, ഇവരുടെയൊക്കെ മതഭ്രാന്ത് നിൽക്കണമെങ്കിൽ, ഇവരുടെയൊക്കെ ഉപഭോഗ വസ്തുവായിട്ട് ഉപയോഗിക്കുന്ന സ്ത്രീ സമൂഹത്തിനോട് കാണിക്കുന്ന ആ വികാര ചിന്താഗതി നിൽക്കണമെങ്കിൽ അവർക്കും തുല്യമായ നീതി കിട്ടണം, അവർക്കും തുല്യമായ അവകാശം ഉണ്ടാകണം, അവർക്കും എല്ലാ കാര്യങ്ങളും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഇവന്മാരുടെ തിട്ടൂരത്തെ ഭയന്നുകൊണ്ട് പുറകിൽ അടുക്കളയിൽ ബിരിയാണി വെച്ച് ഇവർക്ക് കൊടുക്കേണ്ട പാവപ്പെട്ടവരായി മാറരുത്, ഇവർ കൊടുക്കുന്ന ചാക്കിനുള്ളിൽ ഇറങ്ങിയിരിക്കുന്ന ആളുകളായി അവർ മാറരുത് എന്നുള്ളത് കൃത്യമായി തന്നെ ഈ സമൂഹത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് യൂണിഫോം സിവിൽ കോഡുകൾ വരുന്നത്. അതിനെതിരെ സമരത്തിലിറങ്ങുവര്, അതിനെതിരെ ഇവർ കൃത്യമായി സമരത്തിലിറങ്ങും. നിങ്ങൾ മറ്റുള്ള ആളുകളുടെ സമരത്തിനല്ല പോകേണ്ടത്, നിങ്ങൾ മറ്റുള്ള ആളുകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പോകേണ്ട. നിങ്ങൾ ഈ PMA സലാം എന്ന് പറയപ്പെടുന്ന വൃത്തിഹീനമായ വാക്കുകൾ പറഞ്ഞ നേതാവുണ്ടല്ലോ, അവനോട് കാര്യം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോ. അവന്റെ വീട്ടിൽ പോലും ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കിട്ടില്ല, അംഗീകാരം കിട്ടില്ല.
ഈ നാടിനകത്ത് പാവപ്പെട്ട് വളർന്നു വരുന്ന യുവതലമുറയെ ബഹുമാനിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിൽ മറവെച്ച് പുരുഷൻ സ്ത്രീയെ കണ്ടാൽ മതി, അവൻ അവളെ കാണരുത്, അവൻ അത് ഇന്നത് ചെയ്യരുത്, വളർന്നു വരരുത്, അവൻ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരരുത്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ PMA സലാം ഓന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. അത് കേരള സമൂഹത്തിനോട് പറയില്ല. അതിനെ ന്യായീകരിക്കാൻ വാണിമൽ സഹോദരൻ വന്നാൽ, വാണിമൽ സഹോദര, വർഗീയവാദ രാഷ്ട്രീയത്തിന്റെ വക്താവേ, കേട്ടുകൊള്ളുക. നിങ്ങളുടെ തെമ്മാടിത്തരങ്ങൾ കണ്ട് ഇവിടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ നോക്കി നിൽക്കില്ല. കൃത്യമായി തന്നെ ചോദ്യം ചെയ്യും, കൃത്യമായി തന്നെ എതിർക്കും. വേഷം കെട്ടുമായിട്ട് നിങ്ങളുടെ സകലവിധ തെമ്മാടിത്തരങ്ങളുമായിട്ട് വന്നാൽ അതിനെ കൃത്യമായി ഞങ്ങൾ പ്രതിരോധിക്കുമെന്ന് വാണിമൽ സഹോദരൻ മനസ്സിലാക്കിക്കോ. മതപ്രാന്തുണ്ടെങ്കിലേ കയ്യിൽ വെച്ചാൽ മതി. കേരള സമൂഹത്തിൽ അത് വില പോവുകയില്ല, അത് കച്ചവടം ചെയ്യാനും പറ്റില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ അങ്ങ് സ്വപ്നം കാണും വേണ്ട, കേട്ടോ. യെസ്, മുസ്ലിം ലീഗ് മതപരമായ അഭിപ്രായം പറയില്ലെന്ന് PMA സലാം വ്യക്തമാക്കുന്നുണ്ടെങ്കിലും മതമേധാവിത്വത്തിന്റെ സ്വാധീനത്താലാണ് ജനറൽ സെക്രട്ടറിക്ക് ഇത്തരം അഭിപ്രായങ്ങൾ പറയേണ്ടി വരുന്നത് എന്ന് സ്പഷ്ടമാണ്. AP സുന്നി വിഭാഗമാവട്ടെ സമസ്തയാവട്ടെ അവരുടെ നിലപാടുകൾ പഴഞ്ചനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മതത്തിന്റെ ചട്ടക്കൂടിനകത്ത് നിന്ന് രാഷ്ട്രീയം സമർത്ഥമായി കളിക്കാനാണ് മുസ്ലിം ലീഗും താല്പര്യപ്പെടുന്നത്. അതിന്റെ പ്രതിഫലനമായിട്ട് PMA സലാമിന്റെ വാക്കുകളെ കാണാൻ കഴിയൂ. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും. അപ്പൊ വാണിമൽ സാർ കാണാം ടീച്ചറെ. പിന്നീട് ഡിബേറ്റിന് ഞാൻ തയ്യാറാണ്. വാണിമേൽ തയ്യാറാണെങ്കിൽ ഞാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞു തയ്യാറാണെന്ന് ഡിബേറ്റിന്. എന്തായാലും താങ്കളെ കണ്ടതിൽ വളരെ സന്തോഷം. മീറ്റിംഗ് കഴിഞ്ഞു. നമുക്ക് ചില കാര്യങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ചിട്ടൊന്ന് സംസാരിക്കാനുണ്ട്. ഏതോ ഫോണിൻ്റെ ചാർജ് കുറവാണ്.